മൂന്നാമത്തെ രാത്രിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വചനവുമായിട്ട് ദേവദാസൻ തയ്യാറാണ്. ഗാനങ്ങൾ ആലപിക്കുവാനായിട്ട് നമ്മുടെ ഗായക സംഘവും തയ്യാറാണ്. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടക്കി നമുക്ക് തിരുമുഖത്തേക്ക് നോക്കാം. അവൻ്റെ കൃപ നമുക്ക് അധികമായിട്ട് ലഭിക്കേണ്ടതിനായിട്ട് നമുക്ക് ദൈവമുഖത്തേക്ക് നോക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല വൈകിയ വേളയ്ക്കായിട്ട് സ്തോത്രം. അവിടുത്തെ കരുതലും കൃപയും ഞങ്ങൾക്ക് ഓരോ ദിവസവും അനുഭവിപ്പാൻ അവിടുന്ന് ഇടയാക്കുന്നു. ഈ സന്ധ്യയുടെ നിലയാമത്തിൽ തിരുമുഖത്തേക്ക് നോക്കുവാൻ ഞങ്ങൾക്ക് തന്ന സമയത്തിനായിട്ട് സ്തോത്രം. അത് കഴിഞ്ഞ 2 ദിവസക്കാലം വചനം ഞങ്ങൾക്ക് കേൾക്കുവാൻ അവിടുന്ന് ഇടയാക്കി. പാട്ടുകൾ പാടുവാനായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് സൗകര്യം ഒരുക്കി തന്നു. അതിനായിട്ട് സ്തോത്രം. വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുവാൻ അവിടുന്ന് ഓരോ ദിവസവും ഞങ്ങളെ ഇടയാക്കുന്നതിനായിട്ട് സ്തോത്രം. ഇന്നും ഗായക സംഘം പാട്ടുമായിട്ട് തയ്യാറായിട്ട് ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. അവിടുന്ന് കൂടെ ഇരിക്കണം. ഗാനങ്ങൾ ആലപിക്കുമ്പോൾ അവിടുത്തെ നാമം അതിൽ കൂടെ മഹിമപ്പെടുവാൻ അവിടുന്ന് ഇടയാക്കണം. കർത്താവെ, അതിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ കരുതലും കൃപയും സാന്നിധ്യവും ഞങ്ങൾക്ക് അധികമായി അനുഭവിപ്പാൻ അവിടുന്ന് കൃപ തരണമെന്ന് ഞാൻ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യമുള്ളതിനായിട്ട് സ്തോത്രം. കടന്നു വന്ന ഓരോരുത്തരെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. വരുവാനുള്ളവരും തക്ക സമയത്ത് കടന്നു വരുവാനും അവിടുത്തെ വചനം കർത്താവെ അവരുടെ ഹൃദയത്തിൽ ക്രിയ ചെയ്യുവാനും അവിടുന്ന് മുഖാന്തരമാക്കണം എന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. ആദ്യോടന്തം അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിപ്പാൻ അവിടുന്ന് ഇടയാക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകലവും ഞങ്ങൾക്ക് അയച്ചു വന്ന ക്രിസ്തു യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടും ഇല്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. ഇന്നേ ദിവസവും നാം ദൂത് കേൾക്കുവാനായിട്ട് ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. അതാണ് നാം കേൾക്കുന്ന ദൂത്. കഴിഞ്ഞ 2 ദിവസക്കാലം കർത്താവായ ക്രിസ്തുവിൻ്റെ വരവിനെയും അവൻ്റെ ഒരുക്കത്തെയും കുറിച്ച് നാം കേട്ടുകൊണ്ടിരിക്കുന്നു. ഈ 3-ാമത്തെ ദിവസത്തിലും അതിൻ്റെ തുടർമാനമായിട്ട് നാം കേൾക്കുവാനായിട്ട് തയ്യാറായിട്ട് ഇന്നേ ദിവസം കടന്നു വന്നിരിക്കുന്നു. അവിടെ ഇരിക്കുമ്പോൾ നാം ചോദിക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ അവൻ ചെയ്ത നന്മകൾ, അവൻ ചെയ്ത അത്ഭുതം, കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഈ ഭൂമിയിലേക്ക് വന്നു എന്നുള്ള സത്യം. അവൻ കാലിത്തൊഴുത്തിൽ വന്നു, ഒരു ഹീനനായിട്ട് ക്രൂശിൽ തൻ്റെ കരങ്ങളെ അവൻ ഏൽപ്പിച്ചു കൊടുത്തു, തൻ്റെ കാലുകളെ ഏൽപ്പിച്ചു കൊടുത്തു. ആണികൾക്കായിട്ട് അത് മറച്ചില്ല. അവൻ നമുക്ക് വേണ്ടി മരണം ആസ്വദിച്ചു. ആ അത്ഭുത സ്നേഹത്തെ വർണ്ണിക്കുന്ന മനോഹരമായ ഒരു ഗാനം കർത്തൃസന്നിധിയിൽ വിശ്രമിക്കുന്ന പൗലോസ് തുടിയൻ എഴുതിയ മനോഹര ഗാനം പാടി നമുക്ക് ഈ യോഗം ആരംഭിക്കാം. അതിനായിട്ട് നാം ഒന്നിച്ച് അവൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. അവൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.
അത്ഭുതമായ സ്നേഹം, അപ്രമേയമായ സ്നേഹം, അത്യഗാധമായ സ്നേഹം, അവർണ്ണനീയമായ സ്നേഹം. ഈ മഹാസ്നേഹമേ നിന്നെ ഞാൻ എന്നും പാടും. എത്ര മനോഹരമായ ഗാനം! അവൻ്റെ സ്നേഹത്തെ വർണ്ണിച്ചാലും തീരാത്ത സ്നേഹം. അതിൻ്റെ ആഴം, ഉയരം, നീളം, വീതി ഇതൊന്നും നമുക്ക് വർണ്ണിക്കുവാൻ കഴിയാത്ത അതേ സ്നേഹം. ആ സ്നേഹം നാം കാൽവറിയിൽ കാണുന്നു. ആ സ്നേഹം നമ്മെ ആ കാൽവറിയിലേക്ക് നോക്കുവാനായിട്ട് പ്രാപ്തി തരുന്നു. ദൈവത്തിൻ്റെ മക്കളാക്കി തീർക്കുവാൻ അതിനായിട്ട് അവൻ വഴിയൊരുക്കി. എന്നാൽ അതിന് കാരണമായി തീർന്നത് പുത്രനായ ക്രിസ്തു. അവൻ്റെ സൗന്ദര്യം നാം കാണുമ്പോൾ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് 24 മണിക്കൂറും സാറാഫുകൾ ആരാധിച്ചുകൊണ്ടിരുന്ന അതേ ദൈവം നമുക്ക് വേണ്ടി താണഭൂമിയിലേക്ക് വന്നു. അവർ 2 കൊണ്ട് മുഖം മറച്ച്, 2 കൊണ്ട് കാൽകൾ മറച്ച് 24 മണിക്കൂറും സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ആർത്ത് പറഞ്ഞുകൊണ്ടിരുന്നു. അതേ ദൈവം നമുക്കായി കാൽവറിയിൽ മരിച്ചു. അവൻ്റെ കോമളത്വം കണ്ടാൽ അത്ര സൗന്ദര്യമുള്ള ഒരു ദൈവം നമുക്ക് വേണ്ടി അവൻ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപനായി തീർന്നു. അവൻ്റെ കോമളത്തെ വർണ്ണിക്കുന്ന മനോഹരമായ ഒരു ഗാനം ഗായക സംഘം ആലപിക്കുന്നു. നമുക്ക് ചേർന്ന് അത് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. പരിശുദ്ധദേവൻ യേശുനാഥൻ സ്തുതിഗീതിയാ സ്വർഗേ വസിക്കും അതികോമളൻ യേശുദേവൻ സ്തുതിഗീതിയാ സ്വർഗേ വസിക്കും അതികോമളൻ യേശുദേവൻ അതികോമളൻ യേശുദേവൻ പരമോന്നതൻ പരിപാവനൻ പരിശുദ്ധദേവൻ യേശുനാഥൻ സ്നേഹമെന്തെന്നറിയാത്തവരെ സ്നേഹിച്ചതിനാൽ നീ മരിച്ചു. സ്നേഹമെന്തെന്നറിയാത്തവരെ സ്നേഹിച്ചതിനാൽ നീ മരിച്ചു. സ്നേഹനാഥനെ കണ്ടിടുവാനായി സ്നേഹമാം ദൈവമേ നീ കനിഞ്ഞു. സ്നേഹനാഥനെ കണ്ടിടുവാനായി സ്നേഹമാം ദൈവമേ നീ കനിഞ്ഞു. പരമോന്നതൻ പരിപാവനൻ പരിശുദ്ധദേവൻ യേശുനാഥൻ സത്യസ്വരൂപനെ വാഴുക എന്നിൽ സത്യത്തിൽ ഞാൻ നടപ്പതിനാൽ. സത്യസ്വരൂപനെ വാഴുക എന്നിൽ സത്യത്തിൽ ഞാൻ നടപ്പതിനാൽ. സത്യപ്രകാശമേ യേശു മഹേശ നിത്യതയോടും കാത്തിടുകേ.
യേശുദേവൻ അതികോമളന്യൻ യേശുദേവൻ പരമോന്നതൻ പരിപാവനൻ പരിശുദ്ധദേവൻ യേശുനാഥൻ. സ്നേഹം എന്തെന്നറിയാത്തവരെ സ്നേഹിച്ചതിനാൽ അവൻ മരിച്ചു. അവനെ കാണുവാനായിട്ട് ദൈവം നമുക്ക് ഇടയാക്കി തീർന്നു. ഒരിക്കൽ ശിമ്യോൻ ഇങ്ങനെ പറഞ്ഞു, ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും തൻ്റെ ജനമായ ഇസ്രയേലിൻ്റെ മഹത്വമായ നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ. എത്ര വലിയ ഭാഗ്യ പദവിയാണ് നമുക്കവൻ്റെ രക്ഷയെ, അവൻ ഒരുക്കിയിരിക്കുന്ന രക്ഷയെ കാണുക എന്നതിൽ കവിഞ്ഞ് മറ്റൊന്നുമില്ല. അത് കാണുവാനായിട്ട് ദൈവം നമ്മെ ഇടയാക്കി. അവനിൽ ആശ്രയിപ്പാനായിട്ട് ദൈവം നമ്മെ ഒരുക്കി. ഒരിക്കൽ യേശു പറഞ്ഞു, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷിക്കപ്പെടും. അവൻ അകത്ത് വരികയും പുറത്തു വരികയും ചെയ്യും. മാത്രമല്ല അവസാനം ഇങ്ങനെ പറഞ്ഞു, മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. നമുക്ക് അവൻ ആശ്രയമായിരിക്കുന്നു, നമുക്കവൻ ശരണമായിരിക്കുന്നു. ശാശ്വതമായ വിശ്രാമം നമുക്ക് പ്രാപിക്കുവാനായിട്ട് യേശു നമ്മുടെ മധ്യമുണ്ട്. അതുകൊണ്ട് എന്തൊരു ആനന്ദമേ, എന്തൊരു സന്തോഷമേ, സന്തതം പാടും ഹല്ലേലൂയ. നമുക്ക് അടുത്ത പാട്ട് ഗായക സംഘം ഇപ്പോൾ ആലപിക്കുന്നതായിരിക്കും. നമുക്ക് ചേർന്ന് പാടാം. ആശ്രയമായി എനിക്ക് യേശു മാത്രം, ആയതിന് എനിക്കെന്തൊരു ആനന്ദമേ.
ശാശ്വത വിശ്രാമം പ്രാപിക്കുമേ ഞാൻ ആശ്വാസദായകനിൽ. ശാശ്വത വിശ്രാമം പ്രാപിക്കുമേ ഞാൻ ആശ്വാസദായകനിൽ. എന്തോരാനന്ദമേ സന്തോഷമേ സന്തതം പാടിടും ഹല്ലേലൂയ. എന്തോരാനന്ദമേ സന്തോഷമേ സന്തതം പാടിടും ഹല്ലേലൂയ. ശത്രുവിൻ ഭീകര പീഡനകൾ ശക്തിയായി ജീവിതത്തെ നേരിടുമ്പോൾ തൃക്കരത്തിൽ നമ്മെ വഹിച്ചിടും താൻ നിത്യമാം ശാന്തി തരും. ആ ഭാഗ്യമാണ് നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്നത്. നിത്യമായ ശാന്തി തരുമെന്ന് വാഗ്ദത്തം ചെയ്ത ഒരു ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ആയിരിക്കുന്നു. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഒന്ന് ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്ന് മുമ്പിലുള്ളതിന് ആഞ്ഞുകൊണ്ട് ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. ലക്ഷ്യത്തിലേക്ക് ഓടുന്ന ഒരു കാര്യം അപ്പോസ്തലൻ ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നാം അവൻ്റെ വരവിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നുവെന്ന് ഈ സംഭവവികാസങ്ങൾ നമ്മെ ചൂണ്ടിക്കാണിക്കുന്നു. യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പവും അടിക്കടിയായിട്ടുള്ള രോഗങ്ങളും വ്യാധികളും നാം കാണുമ്പോൾ ഒന്ന് നാം അറിയുന്നു, അവൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. ഒരുക്കത്തോടെ അവൻ്റെ വരവിനെ ഒരുക്കത്തോടുകൂടി മണവാളൻ നമ്മെ വിളിക്കുമ്പോൾ അവനെ ഒരുക്കത്തോടുകൂടി ചേർക്കുവാൻ, അവൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുവാൻ നാം തയ്യാറാണോ? ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു, ഞാൻ പരിശുദ്ധനാകിയാൽ നിങ്ങളും നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധന്മാരായിരിക്കണം. യഹോവയായ ദൈവം പറയുന്ന വാക്കുകളാണ്. അവൻ പറയുന്നു, ഞാൻ വിശുദ്ധനായിരിക്കാൽ നിങ്ങളും എന്നെ പോലെയാകണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കിയാൽ ഇവർ നിങ്ങളുടെ കറയും കളങ്കവും ഇല്ലാത്തവരായിട്ട് കാണുവാനായിട്ട് വലിയവനായ ദൈവം നമ്മെ ആഗ്രഹിക്കുന്നു. നമ്മുടെ വിശുദ്ധിയെ തികച്ചുകൊണ്ട് നമുക്ക് ഒരുക്കത്തോടുകൂടി അപ്രിയൻ്റെ വരവിനായിട്ട് നാം തയ്യാറാണോ എന്ന് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റുന്ന അടുത്ത ഗാനം നമുക്ക് ഗായകസംഘത്തോട് ചേർന്ന് ആലപിക്കാം. വിശുദ്ധിയെ തികച്ച് നാം ഒരുങ്ങി നിൽക്കുക, പ്രിയൻ വരവിതിൻ താമസമേറെയില്ല. തൻ്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ, ഒരുങ്ങിയിടാം. ഒരുക്കത്തോടുകൂടി നമുക്കെല്ലാവർക്കും ചേർന്ന് കരങ്ങളെ അടിച്ച് ദൈവസന്നിധിയിൽ അവനെ പാടി അവനെ ആരാധിക്കാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, പ്രിയൻ വരവിതിൻ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, പ്രിയൻ വരവിതിൻ താമസമേറെയില്ല. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ, ഒരുങ്ങിയിടാം. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ, ഒരുങ്ങിയിടാം. യുദ്ധങ്ങൾ ക്ഷാമങ്ങൾ ഭൂകമ്പം പല വ്യാധികളാൽ ജനം നശിച്ചിടുന്നു. യുദ്ധങ്ങൾ ക്ഷാമങ്ങൾ ഭൂകമ്പം പല വ്യാധികളാൽ ജനം നശിച്ചിടുന്നു. രാജ്യം രാജ്യങ്ങളോടടുത്തു തുടങ്ങിയല്ലോ, ഒരുങ്ങിയിടാം. രാജ്യം രാജ്യങ്ങളോടടുത്തു തുടങ്ങിയല്ലോ, ഒരുങ്ങിയിടാം. ആകാശത്തിൽ ശക്തി ഇളകുന്നതാൽ ഭൂവിലെങ്ങു ഭവിക്കുമെന്നോർത്തുകൊണ്ട്, ആകാശത്തിൻ ശക്തി ഇളകുന്നതാൽ ഭൂവിലെങ്ങു ഭവിക്കുമെന്നോർത്തുകൊണ്ട്, ജനം പേടിച്ചു നിർജിതരായിടുന്നേ, ഒരുങ്ങിയിടാം. ജനം പേടിച്ചു നിർജിതരായിടുന്നേ, ഒരുങ്ങിയിടാം.
കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട രാത്രി ദൈവം നമ്മുടെ ജീവിതത്തിൽ സമ്മാനിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ബ്രദർ അസംബ്ലി അബുദാബിയുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്ന ഗുഡ് ടൈഡിങ്സ് 2018 ഗോസ്പൽ കൺവെൻഷൻ്റെ സമാപന രാത്രിയിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും സഭാ ശുശ്രൂഷകന്മാർക്കും സഹോദരീ സഹോദരന്മാർക്കും ഞങ്ങളുടെ പ്രത്യേക ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം പ്രാരംഭമായി അറിയിക്കുന്നതോടൊപ്പം ഇന്ന് രാത്രിയിലെ കൂടിവരവിലേക്ക് സന്തോഷത്തോടെ കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. അനുഗ്രഹീതമായ ആത്മീയ ഗാനങ്ങൾ കേട്ട് അവരോട് അസംബ്ലി കൊയറിനോട് ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇന്ന് രാത്രിയിൽ ദൈവം നമ്മെ ഇടയാക്കിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എക്സോഡസ് ടിവിയിൽ കൂടി ഈ മീറ്റിങ്ങിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ മീറ്റിങ്ങിലേക്ക് സ്നേഹപൂർവ്വം കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ 2 രാത്രിയിലും ഈ സ്ഥലത്ത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിനോട് ഉള്ള ബന്ധിച്ച് ബൈബിളിലെ പ്രവചന വിഷയങ്ങളെ ആസ്പദമാക്കി അനുഗ്രഹീതമായ ദൈവിക സന്ദേശങ്ങൾ അറിയിക്കുവാൻ കർത്താവിൻ്റെ അനുഗ്രഹീത ദാസൻ ഇവാഞ്ചലിസ്റ്റ് ജോൺ പി തോമസിന് ദൈവം കൊടുത്ത കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുകയും ഇന്ന് രാത്രിയിലെ മീറ്റിങ്ങിലേക്ക് പ്രിയ കർത്തൃദാസനെ വളരെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഈ ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന അനേകരുണ്ട്. അവരെ ഓർത്തും ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ സകല മഹത്വവും അർപ്പിക്കുന്നു. തുടർന്നുള്ള സമയം നാം ദൈവജനത്തിന് മുമ്പാകെ ഇരിക്കുവാൻ പോകുകയാണ്. വെളിപാട് പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. ദൈവിക കാര്യപരിപാടി അതിൻ്റെ എല്ലാ വേഗതയിലും കൂടി സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ നമ്മൾ പാടി അവസാനിപ്പിച്ചതുപോലെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 2-ാം വരവിന് വേണ്ടി നമ്മെ തന്നെ ഒരുക്കുവാനും അനേക പ്രിയപ്പെട്ടവരെ അതിനായിട്ട് ഒരുക്കുവാനും ദൈവം വാസ്തവത്തിൽ ഈ ദിവസങ്ങളിലെ സന്ദേശങ്ങൾ മൂലം ഇടയാക്കട്ടെ. നമ്മൾ വളരെ പ്രാർത്ഥനയോടുകൂടി ദിവസങ്ങളിൽ തുടരാം. ഇന്ന് രാത്രിയിലെ മീറ്റിങ്ങിൻ്റെ അനുഗ്രഹത്തിനായി ബ്രദർ ജോർജ് റോയ് മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കുന്നതാണ്. അതിനെ തുടർന്ന് കർത്താവിൻ്റെ അനുഗ്രഹീത ദാസൻ ഇവാഞ്ചലിസ്റ്റ് ജോൺ പി തോമസ് ദൈവനം ശുശ്രൂഷിക്കുന്നതും പ്രസ്തുത സന്ദേശം ഇംഗ്ലീഷിൽ നിന്നും മലയാളത്തിലേക്ക് ബ്രദർ ജേക്കബ് പി മാത്യു പരിഭാഷപ്പെടുത്തുന്നതുമാണ്. നമുക്ക് വളരെ പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിൽ തുടരാം. ശുശ്രൂഷകൾക്കായി പ്രിയപ്പെട്ടവരെ വളരെ ആദരവോടുകൂടി ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ദൈവത്തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അത്യുന്നതനായ സർവശക്തിയുള്ള സ്തുതികൾ മേൽ വസിക്കുന്ന പരിശുദ്ധ പിതാവേ, ഞങ്ങൾ നന്ദിയോടെ തിരുമേനിയെ സ്തുതിക്കുന്നു. അവിടുത്തെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങൾക്ക് ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിലും പ്രിയ കർത്താവെ, വിവിധ സ്ഥലങ്ങളിലായിരുന്ന ഞങ്ങൾക്ക് ഒന്നിച്ച് അവിടുത്തെ വചനത്തിന് മുൻപാകെ ഇരിപ്പാൻ നൽകിയ കൃപയ്ക്കായി നന്ദിയോടെ ഞങ്ങൾ തിരുമേനിയെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 2 ദിവസവും പ്രിയ ദേവദാസനിൽ കൂടെ ഞങ്ങളെ അവിടുത്തെ മാറ്റമില്ലാത്ത വചനം കേൾപ്പിച്ചു. കർത്താവെ, അവിടുത്തെ വരവ് ആസന്നമായിരിക്കുന്നു എന്നുള്ള വസ്തുത ഓരോ ഹൃദയങ്ങളോടും അവിടുന്ന് സംസാരിച്ചു. അതോർത്ത് സ്തോത്രം. കർത്താവെ, ഇന്ന് 3-ാം ദിവസവും തിരുവചനത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ കർത്താവിൻ്റെ കൃപയും തിരുസാന്നിധ്യവും കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ കർത്താവ്, വചനം സംസാരിപ്പാൻ ഏറിയ നിശ്ചയത്തോടെ സംസാരിപ്പാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന രചിക്കായും പ്രാർത്ഥിക്കുന്നു. വേണ്ടുന്ന കൃപ അവിടെ നൽകണം. കർത്താവെ, ഇന്ന് രാത്രിയിലത്തെ വചന ശുശ്രൂഷ കർത്താവെ, ചാരത്തിരുന്നും ദൂരത്തിരുന്നും കേൾക്കുന്നവർക്ക് അനുഗ്രഹമായി തീരുവാൻ അവിടുന്ന് സഹായിക്കണം. കർത്താവെ, ജീവശക്തിയായ ക്രൂശിൻ്റെ വചനം സംസാരിക്കപ്പെടുമ്പോൾ കർത്താവെ, അത് ഹൃദയത്തിൽ കൊള്ളുവാൻ അവിടുത്തെ ആത്മാവിനാൽ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ കർത്താവെ, ഞങ്ങൾ ഇന്നത്തെ മീറ്റിംഗ് അവിടുത്തെ തൃക്കരങ്ങളിൽ ഫലമേൽപ്പിക്കുന്നു. ഗാനങ്ങളിൽ കൂടെ
തിരുമേനിയെ മഹത്വപ്പെടുത്തുവാൻ പ്രിയ സഹോദരങ്ങളെ അവിടുന്ന് സഹായിച്ചതോർത്ത് നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ഇന്ന് രാത്രിയിലും ഞങ്ങൾ ഈ മീറ്റിങ്ങിനെ അവിടുത്തെ തൃക്കരങ്ങളിൽ ഭരമേൽപ്പിക്കുകയാണ്. കർത്താവെ, ഞങ്ങൾ തിരുവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോടുകൂടെ ഇരുന്നതുപോലെ എൻ്റെ സിംഹാസനത്തിലിരിക്കാൻ വരം നൽകും. കർത്താവെ, ആ നിലയിൽ കർത്താവിനോടുകൂടെ ആ വാഗ്ദത്തം പ്രാപിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും സമാധാനമില്ലാതെ കഴിയുന്നവർക്ക് സമാധാനം നൽകണം. ആരെങ്കിലും കർത്താവിനെ കണ്ടുമുട്ടാത്തവരായിട്ടുണ്ടെങ്കിൽ അവർക്ക് കണ്ടുമുട്ടുവാൻ വേണ്ടുന്ന കൃപയും അവിടെ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിങ്ങിനെ മുറ്റം അവിടുത്തെ തൃക്കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു. മാനമഹത്വമൊക്കെ അവിടുന്ന് എടുക്കണം. യേശു കർത്താവിൻ്റെ വലിയ നാമത്തിൽ താഴ്മയെ യാചിക്കുന്ന കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. My loving greetings to dear brothers and sisters and the friends who have come to hear God's word. ഇന്ന് കടന്നു വന്ന എല്ലാ സഹോദരീസഹോദരന്മാർക്കും സുഹൃത്തുക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. This is the last day of the series of meeting which we have arranged. നാം ഇവിടെ ക്രമീകരിച്ച മീറ്റിംഗിലെ അവസാന ദിവസത്തിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുകയാണ്. And the last 2 days God has spoken to us in relation to the end time events. അവസാന അന്ത്യകാലത്തെക്കുറിച്ച് കഴിഞ്ഞ 2 ദിവസം ദൈവം നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. Tonight I have decided to take, and the Lord has given the desire in my heart to speak in relation to the end time event that is unfolding in the Gentile world. ലോക അല്ലെങ്കിൽ ജാതികളുടെ മധ്യേ ഈ അന്ത്യകാലത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ടാണ് ദൈവാത്മാവ് ഈ രാത്രിയിൽ എന്നെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. As we have little more time tonight, I thought of taking it in little detail because I am taking a little bit difficult topic. അല്പം ദുർഘടമായിട്ടുള്ള ഒരു വിഷയമായതുകൊണ്ടും ആണെങ്കിൽ തന്നെ ഇന്ന് നമുക്ക് സമയം ലഭിച്ചിരിക്കുന്നത് കൊണ്ട് ആ നിലയിൽ അല്പം വിശദീകരിച്ച് ആ വിഷയം സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. I will try to make it in very simple terms so that everyone will be able to follow. എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഏറ്റവും ലളിതമായിട്ട് ഇന്ന് വചനം സംസാരിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. We saw in the first day that mankind is divided into 3 groups. മനുഷ്യവർഗം മൂന്നായിട്ട് വിഭാഗിക്കപ്പെട്ടതായിട്ട് നാം ആദ്യത്തെ ദിവസം കേൾക്കുകയുണ്ടായി. We read it in 1 Corinthians chapter 10 and verse 32. 1 കൊരിന്ത്യർ 10 അധ്യായം 32 വാക്യത്തിൽ നാം അത് വായിക്കുകയുണ്ടായി. Jews, Gentiles and the church of God. യഹൂദന്മാർ, യവനന്മാർ, ദൈവ സഭ. And as you study the prophetical words in relation to these 3 groups, you can find all the 3 groups have prepared for the second coming of the Lord. ദൈവവചനത്തിലെ പ്രവചനപരമായിട്ടുള്ള വിഷയങ്ങൾ നാം പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഈ 3 വിഭാഗങ്ങളും കർത്താവിന്റെ വരവിന് വേണ്ടി അല്ലെങ്കിൽ അന്ത്യകാലഘട്ടത്തിലേക്ക് ഒരുക്കപ്പെട്ടിരിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. The greatest sign we saw from the scripture is the nation of Israel. ദൈവവചനത്തിൽ കൂടി ആ കാലഘട്ടത്തിലേക്കുള്ള ഏറ്റവും വലിയ അടയാളമായിട്ട് ആയിരിക്കുന്നത് യഹൂദ രാഷ്ട്രമാണ്. That is the greatest sign that has happened since the coming of the Lord 2000 years back. 2000 വർഷം മുമ്പ് കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് കടന്നു വന്നതിന് ശേഷം ലോകത്തിൽ വെളിപ്പെട്ട ഏറ്റവും വലിയ ഒരു അടയാളമായിരിക്കുന്നത് അത് തന്നെയാണ്. And we take it very granted that this nation is just came back because of historical events. ചരിത്രപരമായ സംഭവങ്ങൾ കൊണ്ടാണ് ഈ രാജ്യം ഇങ്ങനെ വീണ്ടും കൂട്ടിച്ചേർക്കപ്പെട്ടെന്ന നിലയിൽ വളരെ ലാഘവത്തോടെയാണ് നാം ആ വിഷയം ചിന്തിക്കുന്നത്. Brothers and sisters, very clearly scripture teaches that it is the Lord who has brought them back for the next program. പ്രിയ സഹോദരീ സഹോദരന്മാരെ, ദൈവവചനം വളരെ ശക്തമായിട്ട് നമ്മെ ഓർപ്പിക്കുന്നു. ദൈവമാണ് ദൈവത്തിന്റെ അന്ത്യകാല പദ്ധതിക്ക് വേണ്ടി ഈ രാജ്യത്തെ, ഈ ജനത്തെ ഒരുമിച്ച് കൂട്ടിവരുത്തിയത്. Because the program of the church is going to be over.
സഭയുടെ ഈ ഭൂമിയിൽ സഭയുടെ ആ ശുശ്രൂഷകൾ അതിനെ സംബന്ധിച്ചുള്ള പ്രവർത്തികൾ അത് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. Once it is over, God has to deal with His nation in order to prepare them to receive the Lord Jesus Christ. ആ സഭയുടെ ശുശ്രൂഷകളുടെ അവസാനിച്ചതിന് ശേഷം ദൈവത്തിന് യഹൂദ ജാതിയോട് പ്രവർത്തിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി അവരെ ഒരുക്കേണ്ട ആവശ്യമുണ്ട്. So tonight also we are going to look at something in relation to them, but mainly on the Gentile nations. ഇന്നും ഈ യഹൂദ ജാതിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അല്പം നാം ചിന്തിക്കും. എന്നാൽ പ്രധാനമായിട്ട് ജാതികളോടുള്ള ദൈവിക പദ്ധതിയാണ് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. I am so thankful that the brother quoted here from Revelation chapter 4 verse 1. ഇന്ന് സഹോദരന് വെളിപ്പാട് പുസ്തകം 4:1 ഇവിടെ കൊട്ടിയുണ്ടായതിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. I was thinking and meditating on those verses when I was sitting there. ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ ആ വേദഭാഗം ഞാൻ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. Since let me just open to you from the book of Revelation what is going to happen in relation to the Gentile world. ജാതികളോടനുബന്ധിച്ച് എന്താണ് സംഭവിക്കുന്നുള്ളത് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നാം ചിന്തിക്കുമ്പോൾ, For many, book of Revelation is a closed book. പലർക്കും വെളിപ്പാട് പുസ്തകം എന്ന് പറഞ്ഞത് ഒരു അടഞ്ഞ പുസ്തകമാണ്. But let me tell you, it is the most blessed book that is given to us in the scripture. ദൈവവചനത്തിൽ നമുക്ക് നൽകിയിരിക്കുന്ന പുസ്തകങ്ങൾ ഏറ്റവും അനുഗ്രഹീതമായ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. Every scripture is blessed, but here is a special blessing on this book. ദൈവവചനത്തിലെ എല്ലാ വേദ പുസ്തകങ്ങളും എല്ലാ പുസ്തകങ്ങളും അനുഗ്രഹിക്കപ്പെട്ടതാണ്. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിന് പ്രത്യേകമായ ഒരു അനുഗ്രഹം നമുക്ക് കാണുവാൻ കഴിയും. So we will come back to this some aspect in this book. ഈ വെളിപ്പാട് പുസ്തകത്തിലെ ചില കാര്യങ്ങളിലേക്ക് നാം മടങ്ങുമെന്ന് നമുക്ക് ചിന്തിക്കാം. First of all, let me just make you how to understand this book little bit easy way. ഈ വെളിപ്പാട് പുസ്തകം ലളിതമായിട്ട് എങ്ങനെ മനസ്സിലാക്കാമെന്നുള്ളത് ആദ്യമായിട്ടൊന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു. The Lord himself has divided this book into 3 divisions. ദൈവം തന്നെ ഈ പുസ്തകത്തെ 3ആയിട്ട് തരംതിരിച്ചിരിക്കുകയാണ്. Those who have Bible, you can look into it. ബൈബിൾ വേദപുസ്തകം കൈവശമുള്ളവർക്ക് നോക്കാവുന്നതാണ്. Otherwise you can look into it when you go back to home. അല്ലെങ്കിൽ നിങ്ങൾ ഭവനത്തിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്കത് നോക്കാവുന്നതാണ്. We know John was in the Isle of Patmos. പത്മോസ് ദ്വീപിൽ യോഹന്നാൻ ആയിരുന്ന സമയത്ത് and he heard a great voice. താൻ വലിയൊരു ശബ്ദം അവിടെ കേൾക്കുകയാണ്. And we read it in chapter 1 and verses 12. വെളിപ്പാട് പുസ്തകം 1:12 വാക്യത്തിൽ അത് വായിക്കുന്നു. Then I turned to see the voice. എന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞു. As he turned, he saw the blessed Lord. താൻ തിരിഞ്ഞപ്പോൾ മഹത്വവാനായ ദൈവത്തെ കർത്താവിനെ അവൻ കാണുകയാണ്. Then we have the description. How did he see the blessed Lord? കർത്താവിനെ എങ്ങനെയാണ് കാണുന്നത് എന്ന് തുടർന്നുള്ള വാക്യങ്ങൾ വർണ്ണിച്ചിട്ടുണ്ട്. And we read in verses 17, and when I saw him, I fell at his feet as dead. 17 വാക്യത്തിൽ നാം കാണുന്നു, അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. So immediately after that, the Lord spoke to him. അതിന് ഉടനെ തന്നെ കർത്താവ് അവനോട് സംസാരിക്കുന്നു. And that word gives us insight how we can divide this book. ആ വാക്കുകളിൽ നിന്ന് ഈ പുസ്തകത്തെ എങ്ങനെ തരംതിരിക്കാമെന്നുള്ള ഒരു വെളിച്ചം നമുക്ക് ലഭിക്കുകയാണ്. Look at verses 19. 19 വാക്യം നാം ശ്രദ്ധിക്കുക. Write the things which you have seen. അതെ, നീ കണ്ട കാര്യങ്ങൾ എഴുതുക. Not the things you are going to see. നീ കാണുവാൻ പോകുന്ന കാര്യങ്ങളല്ല. He is going to see more things. യോഹന്നാൻ കൂടുതൽ കാര്യങ്ങൾ കാണുവാൻ പോകുകയാണ്. But the Lord told him, write down what you have seen. കർത്താവ് യോഹന്നാനോട് പറയുന്നത്, നീ ഇതുവരെ കണ്ട കാര്യങ്ങൾ നീ എഴുതുക. And that is what is written in chapter 1. അതെ, കണ്ട കാര്യങ്ങളാണ് 1-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. We read in verses 12 and verses 17, I turned to see, I saw when I saw him. 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ ഞാൻ അവനെ കണ്ടപ്പോൾ കണ്ട കാര്യങ്ങൾ യോഹന്നാനോട് വിവരിക്കുകയാണ്. So he wrote down the description of the blessed Lord, what he has seen. മഹത്വനായ കർത്താവ് യേശുക്രിസ്തുവിനെ കണ്ട കാര്യങ്ങൾ, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അവിടെ വർണ്ണിക്കുകയാണ്. Keep it in mind again, it is not what Lord asked him to write, what he is going to see, but what he has seen. അവിടെ കർത്താവ് യോഹന്നാനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് നീ കണ്ട കാര്യങ്ങൾ എഴുതുക, കാണുവാൻ പോകുന്ന കാര്യങ്ങളല്ല. That is the first division. ഈ വെളിപ്പാട് പുസ്തകത്തിന്റെ ആദ്യത്തെ ഭാഗം നമുക്ക് അങ്ങനെ ചിന്തിക്കാം. The second division, രണ്ടാമത്തെ വിഭാഗം, and the things which are. അതെ, രണ്ടാമത് നാം കാണുന്നത് ഇപ്പോൾ ഉള്ളത്. Yes, which are now. അതെ, ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ. Third division, മൂന്നാമത്തത്, things which will take place after this. ഇനിയും സംഭവിപ്പാൻ ഇരിക്കുന്നത്. So there is 3 division. ഇവിടെ 3ആയിട്ട് ഇതിനെ വിഭാജിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ See, കഴിയും. we saw the first division is in chapter 1. ഒന്നാമത്തെ ഭാഗമാണ് 1-ാം അധ്യായത്തിൽ നാം കാണുന്നത്. So the third is what the things have to take place hereafter. മൂന്നാമത്
അവസാനമായി സംഭവിക്കാൻ ഇരിക്കുന്ന കാര്യങ്ങൾ. And that you find in chapter 4 onwards. അത് 4-ാം അധ്യായം മുതൽ നമുക്ക് കാണുവാൻ കഴിയും. Look at the first verse of chapter 4. 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ശ്രദ്ധിക്കുക. Come up here, I will show you the things that has to happen hereafter. ആദ്യത്തെ ശബ്ദത്തിനോട് ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് കൽപ്പിച്ചു. That is a third division. അതാണ് 3-ാമത്തെ വിഭാഗം. Write down the things that has to happen hereafter. ഇനിയും സംഭവിക്കാനുള്ള കാര്യങ്ങൾ നീ എഴുതുക. So where is the second one? എന്താണ് രണ്ടാമത്തെ കാര്യം? Things which are now. അത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. You find in chapter 2 and 3 7 letters written to the churches. 2-3 അധ്യായങ്ങളിലെ സഭകൾക്ക് എഴുതിയിരിക്കുന്ന അല്ലെങ്കിൽ 7 സഭകൾക്ക് എഴുതിയിരിക്കുന്ന ലേഖനം നമുക്ക് ഇവിടെ കാണുവാൻ കഴിയും. Through these 7 letters to the churches, ഈ 7 സഭകൾക്കുള്ള ഈ എഴുത്തുകളിൽ you get the full church history. സഭാ ചരിത്രം മുഴുവനായിട്ട് ഈ ദൂതുകൾ കാണുവാൻ കഴിയും. First 30 years of church history you find in the book of Acts. അപ്പോസ്തല പ്രവൃത്തികളിലെ സഭയുടെ ആദ്യത്തെ 30 വർഷത്തെ ചരിത്രം നമുക്ക് കാണുവാൻ കഴിയും. The rest of the church history till the rapture you find in these 2 letters. Sorry, 7 letters. ഈ 7 ദൂതുകളിൽ ഈ 30 വർഷത്തിന് ശേഷമുള്ള സഭയുടെ ചരിത്രം, സഭയുടെ ഉൽപ്രാപണം വരെയുള്ളത് മുഴുവൻ അവിടെ കാണുവാൻ കഴിയും. It is a wonderful and beautiful exposition. അത് ഏറ്റവും മനോഹരമായിട്ടുള്ള ദൈവിക വചനത്തിന്റെ വെളിപ്പാടാണ്, വിവരണമാണ് അവിടെ കാണുന്നത്. So let me just conclude. ഞാൻ ഇങ്ങനെ അവിടെ അവസാനിപ്പിക്കട്ടെ. The book is divided by the Lord into 3. ദൈവം തന്നെ, കർത്താവ് തന്നെ ഈ വെളിപ്പാട് പുസ്തകത്തെ 3ആയിട്ട് വിഭാഗിച്ചിരിക്കുന്നു. What you have seen, നീ കണ്ട കാര്യം, that is in chapter 1. അത് 1-ാം അധ്യായത്തിൽ നാം കാണുന്നു. What is now? ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് chapter 2 and 3 the church history. അത് 2-3 അധ്യായങ്ങളിലെ സഭകളുടെ ചരിത്രത്തിൽ കൂടി അത് കാണുന്നുണ്ട്. And the third division, 3-ാമത്തെ വിഭാഗം, the things that has to happen hereafter. ഇനി മുതൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ അത് 4-ാം അധ്യായം From chapter 4 onwards. അതെ 4-ാം അധ്യായം മുതൽ അത് കാണുവാൻ കഴിയും. Come up here, I will show you the things that will take place. ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു We are തരാം. going to meditate from the third division. 3-ാമത്തെ ആ വിഭാഗത്തെ കുറിച്ചാണ് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. Why I gave this exposition how to divide? എങ്ങനെ വിഭാഗിക്കണം എന്നുള്ളത് എന്തുകൊണ്ട് ഞാൻ ഇന്ന് വിവരിച്ചു? To ask you a question. നിങ്ങളോട് ചോദ്യം ചോദിക്കുവാനാണ്. As you come to this book, നാം ഈ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ from chapter 4 till chapter 19 verses 11 or 15, 4-ാം അധ്യായം മുതൽ 19-ാം അധ്യായത്തിന് middle of 15, chapter 11, 11-ാം അധ്യായത്തിന്റെ മധ്യഭാഗം വരെ, chapter 4 till chapter 11, 4-ാം അധ്യായം മുതൽ 11-ാം അധ്യായം വരെ church is not here. അവിടെ ആ സമയത്ത് സഭ അവിടെ കാണുന്നില്ല. Church is not here. അവിടെ സഭ ഇവിടെ ഇല്ല. You find church, chapter 19, I am very sorry, till chapter 19 verses 11. 19-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം വരെ. Yes, now I saw heaven is open and the Lord is coming down. അതെ, സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു, കർത്താവ് വരുന്നതായിട്ട് അവിടെ That കാണുന്നു. is the second coming of the Lord. അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ 2-ാം വരവാണ്. So why God has revealed to us, to the church who are not here, from chapter 4 till chapter 19, middle of chapter 19, what is taking place in this earth? 4-ാം അധ്യായം മുതൽ 19-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം വരെ സഭ ഇല്ലാതിരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിലെ നടക്കുന്ന സംഭവങ്ങൾ എന്തുകൊണ്ട് ഈ സഭയോട് നമ്മോട് ദൈവം വിവരിക്കുന്നു. Those are the things that takes place in this world. ഈ ലോകത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്, ഭൂമിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. That is a thing that is happening in the tribulation period. അതെ, മഹോപദ്രകാലത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ. We are not here, then why did God reveal in such long chapters about these things? ആ കാലഘട്ടത്തിൽ ദൈവമക്കളായ നാം ഇല്ല എങ്കിലും എന്തുകൊണ്ട് ദൈവം നമ്മോട് ആ കാര്യങ്ങൾ വളരെ വിശദമായിട്ട് വിവരിക്കുന്നു? We read it in chapter 1 verse 1. നാം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. It is given to John in order to show to his servants. അത് യോഹന്നാനെ ഫലമേൽപ്പിച്ചിരിക്കുകയാണ് തന്റെ ദാസന്മാരെ അറിയിക്കുന്നതിന് വേണ്ടി. Yes, he wanted to show to his servants. തന്റെ ദാസന്മാരോട് അവരെ അറിയിക്കുവാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നു. Who is his servants? ആരാണ് കർത്താവിന്റെ ദാസന്മാർ? You and me. അതെ, ഞാനും നിങ്ങളും. You and me have to understand what will take place on this earth after the rapture. ആ സഭയുടെ ഉൽപ്രാപണത്തിന് ശേഷം ഈ ഭൂമിയിൽ സംഭവിക്കാൻ ഉള്ളത് എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾ അറിയുവാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നു. Why should we know that? എന്തുകൊണ്ട് നാം അത് അറിയണം? Especially the last generation, let me call it the terminal generation, the generation that is going to face the second coming of the Lord. അതെ, പ്രത്യേകിച്ച് ഈ അവസാനത്തെ തലമുറ, അതിനെ അവസാനത്തെ തലമുറ എന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ 2-ാം വരവ് അല്ലെങ്കിൽ ഉൽപ്രാപണത്തിൽ കൂടി കടന്നു പോകുന്ന ഒരു തലമുറ. That terminal generation,
അതെ, ടെർമിനൽ ജനറേഷൻ. And the entire generation. അതെ, അവസാന കാലഘട്ടത്തിലെ ആ തലമുറ. You and me can discern what is happening in this world. What preparation is taking place for the tribulation period. ഈ മഹോപദ്രകാലത്ത് സംഭവിക്കുവാനുള്ളത്, ഈ കാലഘട്ടത്തിൽ നടക്കുന്നതിന്റെ ഒരുക്കങ്ങൾ എനിക്ക് നിങ്ങൾക്കും അത് വിവേചിച്ചറിയുവാൻ കഴിയും. Let me give you an example. ഒരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയട്ടെ. Somebody want to act a drama on the stage. ഒരു വ്യക്തിക്ക് ഒരു നാടകം ഒരു സ്റ്റേജിൽ അവതരിപ്പിക്കാൻ All ആഗ്രഹിക്കുന്നു. the actors will be ready behind the curtain. കർട്ടൻ ഉയർത്തുവാനായിട്ട് എല്ലാ നടന്മാർ അവർ തയ്യാറായിരിക്കുകയാണ്. And they will be behind the curtain. അവർ ആ കർട്ടന് പുറകിൽ, അവര് തിരശ്ശീലയ്ക്ക് പുറകെ അവരുണ്ട്. Once a curtain is removed, they will come to the stage to play their part. അതെ, ആ തിരശ്ശീല ഉയർത്തപ്പെടുമ്പോൾ അവർ ആ സ്റ്റേജിലേക്ക് കടന്നു വരികയാണ്. It is exactly what is revealed to us from chapter 4. ആ 4-ാം അധ്യായം മുതൽ നമുക്ക് നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇതേ കാര്യം തന്നെയാണ്. The Lord wanted his people to know that they are getting ready and they are ready behind the curtain. അതെ, തൻ്റെ മക്കൾക്ക് അറിയുവാനായിട്ട്, തൻ്റെ മക്കൾ അറിയുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. ആ കർട്ടന് പുറകിൽ ഇതെല്ലാം തയ്യാറായിരിക്കുകയാണ്. കർട്ടൻ ഉയർത്തപ്പെടുകയേണ്ട മാത്രമേ ആവശ്യമുള്ളൂ. We have only very little time to take at least one topic from there. അതിനെ കുറിച്ചുള്ള ഒരു വിഷയം ചിന്തിക്കാനുള്ള സമയം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. And turn with me to the book, chapter 13. 13-ാം അധ്യായത്തിലേക്ക് നമുക്ക് തിരിയാം. Very clearly, book of Daniel gives us a clear description about the Gentile kingdoms. ലോക രാഷ്ട്രങ്ങളെ കുറിച്ച് ദാനിയേൽ പ്രവാചകൻ വളരെ വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നുണ്ട്. What a wonderful chapters, Daniel chapter 2 and Daniel chapter 7. ദാനിയേലിന്റെ പുസ്തകം 2-ാം അധ്യായവും 7-ാം അധ്യായവും ഒക്കെ എത്ര മനോഹരമായ അധ്യായങ്ങളാണ്. Exactly as the Lord revealed, empires came on the stage and vanished from the stage. ലോക രാഷ്ട്രങ്ങൾ, അനേക ചക്രവർത്തിമാർ അവർ കടന്നു വന്നു, അവർ ഇല്ലാതായി പോയതായിട്ട് വളരെ വ്യക്തമായിട്ട് അവിടെ ഓർപ്പിക്കുന്നു. But God gives us a revelation. നല്ല കർത്താവ് ദൈവം ഒരു വെളിപ്പാട് അവിടെ നൽകുകയാണ്. In the end time, അന്ത്യ കാലഘട്ടത്തിൽ once the church is removed, സഭ ഇവിടുന്ന് എടുക്കപ്പെട്ടതിന് ശേഷം, in this world, in the tribulation time, മഹോപദ്രകാലത്ത് ഈ ലോകത്തിൽ, ഈ ഭൂമിയിൽ, that is what in chapter 13. അതാണ് 13-ാം അധ്യായത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. Especially chapter 13 will fulfill in the middle of tribulation period. That is after 3.5 years of tribulation starts. മഹോപദ്രകാലത്തിന്റെ മധ്യഘട്ടത്തിൽ, അതായത് 3.5 വർഷത്തിന് ശേഷം, മഹോപദ്രം ആരംഭിച്ചതിന് ശേഷം 3.5 വർഷത്തിന് ശേഷം സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ 13-ാം അധ്യായത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. What is revealed there? അവിടെ എന്താണ് God is വെളിപ്പെടുത്തിയിരിക്കുന്നത്? presenting us a person, one person who is going to control the whole world. ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ച് ദൈവം അവിടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. A man who is going to control the whole world. ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തി, ഒരു മനുഷ്യൻ. Is it possible that one man is going to rule of the whole world? ഒരു വ്യക്തിക്ക് ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുവാൻ, ഭരിക്കുവാൻ സാധിക്കുമോ? But he is represented here through some symbols. എന്നാൽ ചില അടയാളങ്ങൾ മുഖാന്തരമാണ് ഇതിനെ വെളിവാക്കിയിരിക്കുന്നത്. I will pick out only certain things from here. അതിലെ ചില കാര്യങ്ങൾ മാത്രം എടുത്ത് പറയുവാൻ ആഗ്രഹിക്കുന്നു. We are going to connect it with the other scriptures. മറ്റു വിഷയങ്ങളുമായിട്ട് ചേർത്ത് ചിന്തിക്കുവാൻ And ആഗ്രഹിക്കുന്നു. I am going to expose on the world events that is unfolding in relation to this. ഇതുമായിട്ട് ബന്ധപ്പെട്ട ലോക സംഭവങ്ങൾ, ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ലോക സംഭവങ്ങളും വിവരിക്കുവാൻ ആഗ്രഹിക്കുന്നു. Look at chapter 13 verse 1. 13-ാം അധ്യായത്തിന്റെ വെളിപ്പാട് പുസ്തകം 13-ന്റെ 1. I stood on the sand of the sea and I saw a beast rising up out of the sea. അപ്പോൾ 10 കൊമ്പും 7 തലയും, കൊമ്പുകൾ 10 രാജമുടിയും, തലയിൽ ദൂഷണനാമങ്ങളുള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത്. And this description is given. അതിന്റെ വിവരണങ്ങൾ, കടന്നു വരുന്ന ആ മൃഗത്തിന്റെ വിവരണങ്ങളും അവിടെ ഉണ്ട്. It is a person. He is a person. അതൊരു വ്യക്തിയാണ്. We call him Antichrist. നാം അന്തിക്രിസ്തു എന്ന് വിളിക്കുന്നു. A world ruler. ലോകത്തെ ഭരിക്കുന്ന ലോക ഭരണാധികാരി. But I just want to take something in relation to him from the economical world. ലോകത്തെ സാമ്പത്തിക ലോകവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അത് ചേർത്ത് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. That's what we are seeing today in this generation. ഈ തലമുറയിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ്. And we read in verses 4. 4-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. We will read verses 7. 7-ാം വാക്യം. It was granted to him to make war with the saints and to overcome, and authority was given him over every tribe, tongue and nation. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്തവരെ ജയിപ്പാനും അതിന് അധികാരം ലഭിച്ചു. സകല ഗോത്രത്തിന്മേലും, വംശത്തിന്മേലും, ഭാഷമേലും, ജാതിമേലും അധികാരവും ലഭിച്ചു. Have you noted that? നാം അത് ശ്രദ്ധിച്ചു. This man is getting authority over every tribe, tongue and nation. അതെ, അവിടെയുള്ള എല്ലാ സകല ഗോത്രത്തിന്മേലും, വംശത്തിന്മേലും,
ഭാഷമേലും ജാതിമേലും അധികാരം ലഭിച്ചായിട്ട് In other words, he is going to have a worldwide authority. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കാനുള്ള ഒരു അധികാരം In ലഭിച്ചിരിക്കുകയാണ്. other words, he is going to be a one world man ruling on the apex of world politics. ലോക രാഷ്ട്രീയത്തിലെ ഏകാധിപതിയായിട്ട് സകലത്തെ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിയായിട്ട് അവൻ മാറുകയാണ്. Will people allow for that? ലോകത്തിലെ ജനങ്ങൾ രാഷ്ട്രങ്ങൾ അത് അനുവദിക്കുമോ? Will nations allow this person to rule them? രാജ്യങ്ങൾ അത് ഈ വിധത്തിൽ അതിന് വഴിവെച്ചു കൊടുക്കുമോ, തലവെച്ചു കൊടുക്കുമോ? You and me may think it in a different term, but the scripture says he is going to rise up from the sea. നാം വ്യത്യസ്തമായ രീതിയിൽ നാം ചിന്തിക്കാമെന്നാൽ ദൈവജനം വ്യക്തമായിട്ട് പറയുന്നു, അവൻ സമുദ്രത്തിൽ നിന്ന് കയറുന്നതായിട്ട് ദൈവജനം ഓർപ്പിക്കുന്നു. What is this sea? എന്താണ് ഈ സമുദ്രം? Revelation 17:15. No need of reading. വെളിപ്പാട് പുസ്തകം 17:15 വാക്യത്തിൽ And water you saw are the tongue, tribe and the nations. അവിടെയുള്ള വംശങ്ങളെ പുരുഷാരങ്ങളെ എന്താണ് അവിടെ ഓർപ്പിക്കുന്നത്? He is the product of the time and he is a product of the people. അവൻ അവിടെയുള്ള ജനങ്ങളുടെ ഒരു പ്രോഡക്റ്റ് ആണ്. And he is going to rise up from the masses of people. വലിയ ജനക്കൂട്ടത്തിൽ നിന്ന് അവൻ ഉയർത്തെഴുന്നേൽക്കുകയാണ്. He is going to have authority over every tribe, tongue and nation. എല്ലാ ഭാഷയിലും വംശത്തിലും ജാതികളുടെ മേൽ അവൻ അധികാരമുണ്ട്. Dear ones, പ്രിയ സഹോദരങ്ങളെ, let me tell you, ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, in the time in which you and me living, നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ we are hearing about a new world order. അതെ, പുതിയ ലോക വ്യവസ്ഥിതിയെ കുറിച്ച് നാം We are കേട്ടുകൊണ്ടിരിക്കുകയാണ്. hearing about globalization. അതെ, ഗ്ലോബലൈസേഷനെ കുറിച്ച് നാം We കേട്ടുകൊണ്ടിരിക്കുകയാണ്. are opening our borders for the other nations to come and do business. Now it is a phenomenon around the world. ലോകത്തിലുള്ള രാഷ്ട്രങ്ങളെല്ലാം അവരുടെ അതിർവരമ്പുകൾ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി, കച്ചവടത്തിന് വേണ്ടി തുറന്നു കൊടുക്കുകയാണ്. We were very strict with our national borders previously. കഴിഞ്ഞ നാളുകളിൽ ഓരോ രാജ്യങ്ങളുടെ അതിർവരമ്പുകൾ വളരെ തുറന്നു കൊടുക്കാത്ത വിധത്തിൽ വളരെ സുരക്ഷിതമായി സൂക്ഷിച്ചിരുന്നു. Now we have moved from this nationalism, you know, the world history, if you see, we moved into empires, you know. In other words, from tribalism we moved to nationalism. From there we went to empire building. അതെ, ട്രൈബുകൾ അല്ലെങ്കിൽ ഗോത്രങ്ങൾ ഭരിച്ചിരുന്ന കാലഘട്ടങ്ങൾ മാറി ദേശീയതയിലേക്ക് വന്നു. അതുമാത്രമല്ല, ഇപ്പോൾ സാർവത്രികമായിട്ടുള്ള വൻ രാഷ്ട്രങ്ങളായിട്ട് മാറുകയാണ്. Now we are moving to globalism. അതും കഴിഞ്ഞ് ഇപ്പോൾ ഈ കാലഘട്ടത്തിലെ ചക്രവർത്തിമാരുടെയൊക്കെ ഭരണത്തിന് ശേഷം ഗ്ലോബലൈസേഷൻ, ലോക രാജ്യങ്ങളെല്ലാം ഒരുമിച്ച് വരുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറുകയാണ്. Around the globe this sound is being raised in the world politics. ലോക രാഷ്ട്രീയത്തിലെ ഈ ഒരു ശബ്ദം അത് മുഴങ്ങിക്കേട്ടുകൊണ്ടിരിക്കുകയാണ്. You be careful, this is about what the Bible has foretold us. പ്രിയ സഹോദരങ്ങളെ, നാം ശ്രദ്ധിക്കുക, ഇത് വേദപുസ്തകം പറഞ്ഞിരിക്കുന്ന അതേ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. Man has tried to unite the world into one. മനുഷ്യനെല്ലാം ലോകത്തെ ഒരുമിച്ച് ചേർക്കുവാനായിട്ട്, ഏക ലോക രാഷ്ട്രമായിട്ടാക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു, ആഗ്രഹിക്കുന്നു. This world has faced two world war. ഈ നാം ആയിരിക്കുന്ന കഴിഞ്ഞ നൂറ്റാണ്ടിലെ 2 മഹായുദ്ധങ്ങൾ ഈ ലോകം നേരിട്ടു. We have not experienced what is a world war. ലോക മഹായുദ്ധം എന്നുള്ളത് നമുക്കത് അനുഭവപ്പെട്ടിട്ടില്ല. War itself is one of the most dirty things. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും ഭയാനകമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു യുദ്ധത്തെ നേരിടുക. You know what is happening in Syria, in other parts of the world where war is taking place. ഈ കാലഘട്ടത്തിൽ യുദ്ധം നടക്കുന്ന സിറിയ തുടങ്ങിയ സ്ഥലങ്ങളിൽ സംഭവിക്കുന്നത് എന്താണെന്ന് നമുക്കറിയാമല്ലോ. And if it is a world war, you cannot imagine what kind of life it will be. ഒരു ലോക മഹായുദ്ധം ഉണ്ടെങ്കിൽ അത് എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ ഭാവനയ്ക്ക് അതീതമാണത്. We have faced 2 world war, this world. ഈ ലോകം 2 ലോക മഹായുദ്ധങ്ങളെ നേരിട്ടു. And the Bible gives a hint that there will be 3 world war. വേദപുസ്തകം ഒരു സൂചന നൽകുന്ന ലോകത്ത് 3 ലോക മഹായുദ്ധങ്ങൾ ഉണ്ടാകും. Where is it? അതെവിടെയാണ്? If you turn with me to Ezekiel chapter 21. എസെക്കിയേലിന്റെ പ്രവചനം 21 അധ്യായത്തിലേക്ക് നാം തിരിഞ്ഞാൽ, Ezekiel chapter 21. എസെക്കിയേൽ 21. And we read it in verses 20. Yes, 26 onwards. അതിന്റെ 26 വാക്യം മുതൽ. And there we read, remove the turban and take off the crown. ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളയും. That means it is in relation to ruling. അത് ഭരണവുമായിട്ട് ബന്ധപ്പെട്ടായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. We know, and we read verse 27. 27 വാക്യത്തിൽ നാം വായിച്ചാൽ, overthrown, I will make it overthrown. It shall be no longer until he comes whose right it is, and I will give to him.
ഞാൻ അതിന് ഉന്മൂലനാശം വരുത്തും. അതിന് അവകാശമുള്ളവൻ വരുവോളം അത് ഇല്ലാതെയിരിക്കും. അവന് ഞാൻ അത് കൊടുക്കും. I am going to give to him that is a coming of the Lord. അതെ, അവന് അത് കൊടുക്കും. അവകാശമുള്ളവൻ വരുമ്പോൾ അവനത് കൊടുക്കുമെന്നാണ് ദൈവത്തിന്റെ He is വാഗ്ദാനം. having the authority to rule this world. ഈ ലോകത്തെ ഭരിക്കാനുള്ള അവകാശമുള്ളവൻ. He was born as a king. അവൻ രാജാവായിട്ട് അവൻ വരും. He is going to come. അവൻ വരുവാൻ പോകുന്നു. But before he comes, അവൻ വരുന്നതിന് മുമ്പ് 3 times God told, I will overthrow the world 3 times. അതെ, ഇവിടെ പറഞ്ഞിരിക്കുന്നു 3 പ്രാവശ്യം ഉന്മൂലനാശം വരുത്തും എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. Before he comes. അതെ, അവന്റെ വരവിന് മുമ്പായിട്ട്. First overthrow. ഒന്നാമത്തെ ഉന്മൂലനാശം 1914 to 1918. 1914 മുതൽ 1918 വരെ. Man understood what is the world war. അതെ, ഒരു ലോകമഹായുദ്ധം എന്താണെന്നുള്ളത് മനുഷ്യൻ അതിൽ നിന്ന് മനസ്സിലാക്കി. Man was scared. മനുഷ്യൻ അതുകൊണ്ട് ഭയപ്പെട്ടു പോയി. They came together. അവർ ഒരുമിച്ച് കടന്നു വന്നു. They made an organization known as League of Nations. ലീഗ് ഓഫ് നേഷൻസ് എന്നുള്ളൊരു സംഘടന അവർ ഉണ്ടാക്കി. They 1920. 1920 They wanted to make it into a world government. അത് ഒരു ലോക ഗവൺമെന്റ് ആയിട്ട് രൂപീകരിക്കുവാനായിട്ട് മാറ്റുവാനായിട്ട് അവർ ആഗ്രഹിച്ചു. They wanted to avoid അവർക്ക് a world war. ഒരു യുദ്ധം ഒഴിവാക്കാനായിട്ട് അവർ ആഗ്രഹിച്ചു. But League of Nations failed. എന്നാൽ ലീഗ് ഓഫ് നേഷൻസ് അത് പരാജയപ്പെട്ടു. Second World War. രണ്ടാം ലോകമഹായുദ്ധം 1939 to 1945. 1939 മുതൽ 1945 വരെ രണ്ടാം ലോകമഹായുദ്ധം. 6 years of war. 6 വർഷത്തെ യുദ്ധം. And the world was so scared. അതെ, ആ ലോക ജനത ഭയപ്പെട്ടു പോയി. 1945 they saw the explosion of atom bomb in Hiroshima. അതെ, ഹിരോഷിമയിൽ 1945 ആറ്റം ബോംബ് സ്ഫോടനമുണ്ടായി. They understood the destructive power of atom bomb. ആറ്റം ബോംബിന്റെ ആ നശീകരണ ശക്തി അവര് ലോക ജനത മനസ്സിലാക്കി. Immediately the world nation came together again. അതെ, വീണ്ടും ലോകരാഷ്ട്രങ്ങൾ അവർ ഒരുമിച്ച് കൂടി. 1946 1946 they established an organization known as UNO. UN എന്ന നിലയിൽ ഒരു ഓർഗനൈസേഷൻ അവരെ വീണ്ടും സ്ഥാപിക്കുകയാണ്. Again a kind of world government. വീണ്ടും ഒരു ലോകരാഷ്ട്രം ലോക ഗവൺമെന്റ് എന്ന നിലയിലാണ് അവരത് സ്ഥാപിക്കുന്നത്. Because of UNO we never had another world war. അതെ, എന്തുകൊണ്ടെന്നാൽ അവർക്ക് വീണ്ടും ഒരു ലോക മഹായുദ്ധം ആഗ്രഹിച്ചില്ല. We didn't have any more world war because of UNO. അങ്ങനെ UN സ്ഥാപിതമായതുകൊണ്ട് വീണ്ടും ഒരു ലോക മഹായുദ്ധം ഇതുവരെ ഉണ്ടായിട്ടില്ല. Now what UN was not able to control is a problem today world is facing. ഇന്ന് ലോകം നേരിടുന്ന വലിയൊരു പ്രശ്നം UN പലതും നിയന്ത്രിക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. Today they know that only a strong world government can control the problem what the world is facing. ഇന്ന് ലോകം നേരിടുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കുവാനായിട്ട് ഒരു ശക്തമായ ലോക ഭരണാധികാരി ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ എന്നാണ് ചിന്തിക്കുന്നത്. For example, അതിനൊരു ഉദാഹരണമായിട്ട് climate change. അതെ, ക്ലൈമറ്റിന്റെ കാലാവസ്ഥാ വ്യതിയാനം. Climate change is a very severe thing. വളരെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ് കാലാവസ്ഥ വ്യതിയാനം. We from Kerala understood what is that climate change. അങ്ങനെയുള്ള കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് ഉണ്ടാകുന്ന എന്താണെന്നുള്ളത് കേരളത്തിലുള്ളവരായിട്ടുള്ള നാം അത് അനുഭവിച്ചതാണല്ലോ. And what is happening in America? അമേരിക്കയിൽ എന്താണ് സംഭവിക്കുന്നത്? What is happening in Philippines? ഫിലിപ്പൈൻസിൽ സംഭവിക്കുന്നത് എന്താണ്? Immediately after this flood in Kerala is facing a drought. അതെ, ഈ വലിയൊരു ജലപ്രളയത്തിന് ശേഷം കേരളം വലിയൊരു വരൾച്ചയെ നേരിടുകയാണ്. And world totally the climate is changed. ലോകത്തിന്റെ ആ കാലാവസ്ഥ സമ്പൂർണ്ണമായിട്ട് വ്യതിയാനം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. But the climate change cannot be controlled by single government, individual nations. It can be controlled only by the world government. ഈ കാലാവസ്ഥ വ്യതിയാനത്തിന് അതിന് കാരണമായിരിക്കുന്ന കാര്യങ്ങളെ നിയന്ത്രിക്കുവാനായിട്ട് ലോകരാഷ്ട്രങ്ങൾക്ക് വ്യത്യസ്തമായി സാധിക്കില്ല. ഒരു ഏക ഭരണത്തിന് മാത്രമേ അത് കഴിയുള്ളൂ. And the leader says no future for the world unless we have a one strong world government. ആ ലോകത്തിൽ ശക്തമായിട്ടുള്ള ഒരു ഏക ഭരണ സംവിധാനം ഇല്ല എങ്കിൽ ലോകത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നാണ് ഈ നിലയിൽ ചിന്തിക്കുന്നത്. There has to be a control worldwide for the emission of carbon dioxide and monoxide. കാർബൺ ഡയോക്സൈഡിന്റെയും കാർബൺ മോണോക്സൈഡിന്റെയും എമിഷൻ നിയന്ത്രിക്കുവാനായിട്ട് ശക്തമായ നിയന്ത്രണം ആവശ്യമാണ്. Every nation has to be curtailed of production of this carbon dioxide monoxide. കാർബൺ ഡയോക്സൈഡിന്റെയും മോണോക്സൈഡിന്റെയും പ്രൊഡക്ഷൻ അതിനെ നിയന്ത്രിക്കുവാനായിട്ട് എല്ലാ രാജ്യങ്ങളിലും ശക്തമായ നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കണം. In
Individual nations cannot do that. അതെ, ഓരോ രാജ്യങ്ങളെ അവർക്ക് തനിയെ അത് ചെയ്യുവാൻ കഴിയുകയില്ല. It can be done only by a world government. ഒരു ലോക സർക്കാരിന് മാത്രമേ അത് ചെയ്യുവാൻ കഴിയുള്ളൂ. Same thing with population explosion. ജനസംഖ്യാ വർധനവിലും ഇതേ പ്രശ്നങ്ങൾ നേരിടുന്നു. Same thing with pestilence. പകർച്ചവ്യാധിയിലും ഇതേ വിഷയം, ഇതേ പ്രതിസന്ധി നേരിടുന്നു. The problem what the world is facing can be controlled only by a world government. ഒരു ലോക സർക്കാരിന് മാത്രമേ, ലോക ഭരണ സംവിധാനത്തിന് മാത്രമേ, ഏക ഭരണ സംവിധാനത്തിന് മാത്രമേ ഈ കാര്യങ്ങളെ നിയന്ത്രിക്കാൻ കഴിയൂ. So there is a need for a world government. ഒരു ലോക സർക്കാരിന് അല്ലെങ്കിൽ ലോക ഭരണ സംവിധാനത്തിന്റെ ഒരു ആവശ്യകത ഉയർന്നു വന്നിരിക്കുകയാണ്. So after the Second World War, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം we saw from Ezekiel 2 world wars overthrowing. Through times it has happened. എസെക്കിയേൽ പ്രവചനത്തിൽ നാം കാണുന്നത് പോലെ 2 ഉന്മൂലനം അവിടെ സംഭവിച്ചിരിക്കുകയാണ്. The third one will happen after the church is removed. സഭ ഇവിടെ എടുക്കപ്പെട്ടതിന് ശേഷം 3ാമത്തെ ഉന്മൂലനാശം സംഭവിക്കും. Then the Lord will come. അതിനുശേഷം കർത്താവ് വീണ്ടും വരും. And he is going to have the authority of the world. ഈ ലോകത്തിന്റെ സകല അധികാരത്തോടു കൂടിയാണ് കർത്താവ് കടന്നു So വരുന്നത്. after the Second World War, രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം the world nations came together and they started to ask question, why did it happen? അവരെ ലോകരാഷ്ട്രങ്ങൾ ഒരുമിച്ച് കൂടി അവരെ സ്വയം ചോദിക്കുകയാണ്, ഇത് എന്തുകൊണ്ട് സംഭവിച്ചു. And they found out certain reasons. അത് ചില കാരണങ്ങൾ അവർ കണ്ടെത്തി. I don't want to take all details. അതെല്ലാ കാര്യം വിശദമായി ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. Because of the reasons they found out, they established UNO. അത് അങ്ങനെയുള്ള കാരണങ്ങൾ കണ്ടെത്തിയ മുഖാന്തരം അതിന്റെ പരിഹാരത്തിനായിട്ട് അവർ UNO അവർ സ്ഥാപിച്ചു. For the world trade. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അവരുണ്ടാക്കി. WTO ലോക വ്യാപാര ഓർഗനൈസേഷൻ അവരുണ്ടാക്കി. For the world trade, they brought an organization, an agreement known as GATT agreement. GATT agreement എന്നുള്ള ഒരു എഗ്രിമെന്റ് ലോകത്തിലെ വ്യാപാരങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി അവരുണ്ടാക്കി. GATT agreement was brought in 1947. 1947 GATT agreement അവർ കൊണ്ടുവന്നത്. And the last 54 years, the world trade was based on GATT agreement. കഴിഞ്ഞ 40-ലധികം വർഷം ലോകം ഈ എഗ്രിമെന്റിനെ അടിസ്ഥാനമാക്കിയാണ് വ്യാപാരം നടത്തിയത്. Those who are little bit familiar with trade and economy, they will follow it very quickly. അത് കച്ചവടവുമായിട്ട് അല്ലെങ്കിൽ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ളവർക്ക് ഈ വിഷയം പെട്ടെന്ന് മനസ്സിലാക്കുവാൻ കഴിയും. So what happened now? എന്താണ് ഇപ്പോൾ സംഭവിച്ചത്? A new agreement has come. പുതിയൊരു എഗ്രിമെന്റ് കടന്നു വരികയാണ്. That has come in the time in which you and me are living. ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് അത് കടന്നു വന്നിരിക്കുന്നത്. In 2001, 2001 instead of GATT agreement, ഈ GATT agreementന് പകരമായിട്ട് there is another agreement. മറ്റൊരു എഗ്രിമെന്റ് ഉണ്ടായി. I still don't know who is behind it. അതിന്റെ പുറകിൽ ആരാണെന്നുള്ളത് എനിക്ക് ഇപ്പോഴും അറിയില്ല. GATT agreement is created by UNO. UNO ആണ് GATT agreement ക്രിയേറ്റ് ചെയ്തത്. But I don't know who made this WTO agreement, World Trade Organization. WTOയുടെ എഗ്രിമെന്റ് ആരാണ് അതിന്റെ പുറകിലുണ്ടെന്നുള്ളത് ഇപ്പോഴും അറിയില്ല. I believe it is some big business communities. അത് ഏറ്റവും വലിയ ബിസിനസ് കമ്മ്യൂണിറ്റി ആളാണ് അതിന്റെ പുറകിലുള്ളതെന്ന് ഞാൻ കരുതുന്നു. It is for their advantage. അത് അവരുടെ പ്രത്യേക താല്പര്യത്തിന് അനുസരിച്ചാണ്. WTO is a 22,000 page agreement. 22,000. 22,000 പേജുള്ള ഒരു എഗ്രിമെന്റ് ആണ് ഈ WTO എഗ്രിമെന്റ്. You know what is a basic agreement? അതിന്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള എഗ്രിമെന്റ് എന്താണ്? / the import duty. ഇമ്പോർട്ട് ഡ്യൂട്ടി അത് അവസാനിപ്പിക്കുക. You know who are working in Gulf? ഈ ഗൾഫിൽ ജീവിക്കുന്ന നമുക്ക് അറിയാമല്ലോ. I worked in Gulf from 1976 onwards for 18 years. 18 വർഷം 1977 മുതൽ ഞാൻ ഗൾഫിൽ ആയിരുന്നു. And I know how I was going through the customs. കസ്റ്റംസിൽ കാര്യങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് എനിക്കറിയാം. It was a nightmare. അത് വളരെ പ്രയാസകരമേറിയ ഒരു അവസ്ഥയാണ്. The most difficult thing was our customs. കസ്റ്റംസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഏറ്റവും ദുർഘടമായിട്ടുള്ള ഒരു വിഷയം. Now, you know, after going through the customs, you stand and look whether I have done something wrong. Nobody cares about what you are bringing or anything. They don't want to see your things also. ഇപ്പോൾ നാം യാത്ര ചെയ്യുമ്പോൾ കസ്റ്റംസിൽ കൂടി കടന്നു പോകുമ്പോൾ നാം മുന്നോട്ട് കടന്നു പോവുകയാണ്. ആരും നമ്മൾ എന്ത് കൊണ്ടുവന്നു എന്ത് കൊണ്ടുപോയി എന്നുള്ള ആരും ശ്രദ്ധിക്കുന്നില്ല. You know why? എന്തുകൊണ്ടാണെന്ന് അറിയാം. Because of WTO agreement. അതെ, WTO agreement മുഖാന്തരമാണ് അത് സംഭവിച്ചത്. / the import duty, that is WTO agreement. അതെ, WTO agreement അനുസരിച്ച് ഇമ്പോർട്ട് ഡ്യൂട്ടി അത് ഇല്ലാതാക്കുകയാണ്. Open your borders for the other countries' goods. മറ്റു രാജ്യങ്ങളുടെ വസ്തുവകൾ വിൽക്കുന്നതിന് വേണ്ടി നമ്മുടെ അതിരുകളെ അത് സ്വതന്ത്രമാക്കുക. And they started to open the borders for the other countries for business. മറ്റുള്ള രാജ്യങ്ങളുടെ ബിസിനസ്സിന് വേണ്ടി നമ്മുടെ രാജ്യത്തിനുള്ള നിയന്ത്രണങ്ങളെല്ലാം എടുത്തു കളയുകയാണ്.
You know what is it doing? അത് മുഖാന്തരം എന്താണ് സംഭവിക്കുന്നത്? They are making the world into one. അത് അവരെ ഈ ലോകത്തെ ഏകലോകമായിട്ട് അത് മാറ്റി. They are making the world into one market. ഒരു ഏക കമ്പോളമായിട്ട് അതിനെ മാറ്റുകയാണ്. Look at our petrol price. നമ്മുടെ നാട്ടിലെ പെട്രോൾ പ്രൈസിനെ കുറിച്ച് ചിന്തിക്കുക. It is based on the world price. അത് ലോകത്തിലുള്ള വിലയുടെ നിലവാരം അനുസരിച്ചാണ് നമ്മുടെ. We have taken out subsidies, everything by government. ഗവൺമെന്റ് നമുക്ക് നൽകിയിരുന്ന സബ്സിഡി എല്ലാം അത് മാറ്റിക്കളഞ്ഞു. You know why? എന്തുകൊണ്ടെന്നാൽ we have opened our borders and everything. You buy a shirt, the shirt I am wearing, you buy it from India or buy it from here, it will be same price. നാം വാങ്ങിക്കുന്ന ഏതൊരു വസ്തു, ഒരു ഷർട്ട് ഇവിടെ നിന്ന് വാങ്ങിക്കുന്നു ഇന്ത്യയിൽ നിന്ന് വാങ്ങിക്കുന്നു, ഒരേ വിലയായിരിക്കും അതിനുള്ളത്. Because we have opened the borders. അത് എന്തുകൊണ്ടെന്നാൽ നാം നമ്മുടെ ആ നിയന്ത്രണങ്ങളെല്ലാം എടുത്തു കളഞ്ഞു. You buy Japanese car here, Japanese car. നാം ജാപ്പനീസ് കാർ നാം വാങ്ങിക്കുന്നു. Before 25 years back in our roads, maybe 30 years back, there was only Ambassador car and Fiat car. ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ റോഡുകളിൽ 30 വർഷത്തിന് മുമ്പ് അംബാസഡർ കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. And look at now. എന്നാൽ ഇപ്പോൾ എന്താണ് all the foreign companies came to manufacture all these things in our country. ലോകത്തിലുള്ള കാർ മാനുഫാക്ചറേഴ്സ് എല്ലാം ഇന്ത്യയിൽ കടന്നു വന്ന് അവരവിടെ ഉൽപാദനം ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. And our businessmen also has gone abroad. അത് മാത്രമല്ല ഇന്ത്യയിലുള്ള ബിസിനസ്സുകാർ മറ്റു രാജ്യങ്ങളിലേക്ക് കടന്നുപോയി. This is what globalization. ഇതാണ് ഗ്ലോബലൈസേഷൻ. This is what the scripture says. ഇതാണ് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നത്. I'm going to take a secret from the scripture. ദൈവവചനത്തിൽ നിന്ന് ഒരു രഹസ്യം ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. You have to see. I was wondered to see 3 chapters in the Old Testament is devoted. God has wrote down so that we will analyze and understand about the end time. അന്ത്യകാലഘട്ടത്തെക്കുറിച്ച് പഴയ നിയമത്തിലെ 3 അധ്യായങ്ങൾ ദൈവം വളരെ വ്യക്തമായിട്ട് വിശദീകരിച്ചിരിക്കുന്നത് എന്നെ അത്ഭുതപ്പെടുത്തി. 3 chapters in the Old Testament. പഴയ നിയമത്തിലെ 3 അധ്യായങ്ങൾ. It is the same thing that is happening now. അതാണ് ഈ കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. You first of all I want to read 1 or 2 verses, otherwise we won't understand what is written here. ആദ്യം അതിലെ 1-2 വാക്യങ്ങൾ ആദ്യമായിട്ട് വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. തുടർന്നുള്ള കാര്യങ്ങൾ അത് മുഖാന്തരം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. Look at the book of Ecclesiastes. സഭാപ്രസംഗി chapter 1 സഭാപ്രസംഗി 1-ാം അധ്യായം and verses 9. സഭാപ്രസംഗി 1:9. Yes, I kept on reading that verse for many times. അതെ, ഞാൻ ആ വാക്യം പല പ്രാവശ്യം വായിച്ചുകൊണ്ടിരുന്നു. Look at that. അത് നാം ശ്രദ്ധിക്കുക. That which has been is what will be. That which is done, it will be done. There is nothing new under the sun. ഉണ്ടായിരുന്നത് ഉണ്ടാകുവാനുള്ളതും ചെയ്തു കഴിഞ്ഞത് ചെയ്യുവാനുള്ളതും ആകുന്നു. സൂര്യന് കീഴിൽ പുതുതായിട്ട് യാതൊന്നും ഇല്ല. God says nothing is new in this under the sun. ദൈവത്തിനെ ഓർപ്പിക്കുന്ന ഈ സൂര്യന് കീഴിൽ പുതുതായിട്ടൊന്നും തന്നെ ഇല്ല. Everything that is happening, it's already happened. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം മുമ്പ് തന്നെ സംഭവിച്ചിരുന്ന കാര്യം തന്നെയാണ്. That which is done, it will be done. It is already happened before. അതെ, സൂര്യന് കീഴിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ പണ്ട് ഉണ്ടായിരുന്ന കാര്യങ്ങൾ തന്നെയാണ്. So something we are going to look. അതെ, നാം മറ്റൊരു വിഷയം കൂടി നോക്കാം. In Deuteronomy 32 verse 7, no need of reading it. God says, remember the former things. പഴയ ആവർത്തന പുസ്തകത്തിൽ നാം വായിക്കുന്നു, മുൻകാലങ്ങളെ നാം ഓർക്കുക. Remember it. Remember the former things. അതെ, പഴയ കാലങ്ങൾ സംഭവിച്ചത് നാം ഓർക്കുക. See what you are seeing in WTO making the world into one business. Same thing you find in the Old Testament. ഈ കാലഘട്ടത്തിലെ WTO ലോകത്തിലെ സാമ്പത്തിക കാര്യങ്ങളെയൊക്കെ ഒരു ഏക കുടക്കീഴിൽ കൊണ്ടുവരുന്നത് പഴയ നിയമത്തിലും സംഭവിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. 3 chapters. 3 അധ്യായങ്ങൾ. Ezekiel 26, 26, 27, 27, 28. 28, 26, 27, 28. I urge you, go home, read and meditate that passage. വേദഭാഗം നാം ഭവനത്തിൽ കടന്നുപോയി വായിച്ച് ധ്യാനിക്കുവാനായിട്ട് ഞാൻ നിങ്ങളോട് താല്പര്യപ്പെടുന്നു. There was a city known as Tyre. സോൾ എന്നുള്ള ഒരു നഗരത്തെ കുറിച്ച് അവിടെ സോർ എന്ന നഗരത്തെ കുറിച്ച് അവിടെ ഓർപ്പിക്കുന്നു. And Sor was a harbor city. ഒരു തുറമുഖ നഗരമായിട്ട് നാം സോറിനെ കാണുവാൻ കഴിയും. And it was in Lebanon, present Lebanon. ഇപ്പോഴുള്ള ലെബനോനിലാണ് ആ നഗരം ഉണ്ടായിരുന്നത്. And there the ships anchored, ships of Phoenician ships and the ships from the world, they were anchoring in their port. ആ തുറമുഖത്താണ് ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കപ്പലുകൾ കടന്നു വന്ന് അവിടെ കടന്നു വരുന്നതായിട്ട് നാം കാണുന്നു. And verses chapter 27 teaches, അതിന്റെ 27-ാം അധ്യായം verses 12 onwards,
അതിന്റെ 12-ാം വാക്യം മുതൽ the business was done from there throughout the world. അവിടെ നിന്ന് ലോകത്തിലേക്കെല്ലാം കച്ചവടം അവിടെ വ്യാപിക്കുകയാണ്. We may think why God is writing all these things, all the names of the countries and all, in order for us to understand, what is happening today. God has written it. നാം ചിന്തിക്കുന്നത് എന്തിനാണ് ദൈവം ഈ രാജ്യങ്ങൾ, ഈ പഴയ ചരിത്രങ്ങളെല്ലാം ഇവിടെ വിവരിക്കുന്നത് നമുക്കൊരു സംശയം ഉളവാകും. എന്നാൽ അത് ഈ കാലഘട്ടത്തെ മനസ്സിലാക്കുവാനായിട്ട് നമ്മെ സഹായിക്കും. Chapter 27 verse 12 onwards, 27-ന്റെ 12-ാമത്തെ വാക്യം മുതൽ these ships were doing business throughout the world. ഈ കപ്പലുകൾ ലോകത്ത് മുഴുവൻ കടന്നുപോയി വ്യാപാരം ചെയ്യുകയാണ്. And the names of the countries are mentioned there. അവിടെയുള്ള രാജ്യങ്ങളെ കുറിച്ച് അവിടെ വിശദമായിട്ട് ഓർപ്പിക്കുന്നുണ്ട്. And chapter 28, 28-ാം അധ്യായം, God is speaking about the prince who is sitting on the throne of Tyre. സോറിന്റെ രാജാവിനെ കുറിച്ച് അവിടെ ഓർപ്പിക്കുകയാണ്. And God is giving us a secret who is behind it. അതിന്റെ പുറകിലുള്ളത് ആരാണെന്നുള്ള ഒരു രഹസ്യം ദൈവം അവിടെ വെളിപ്പെടുത്തുന്നു. Now you look at the verses I am telling. ഞാൻ പറയുന്ന വാക്യങ്ങൾ ഇപ്പോഴും ശ്രദ്ധിക്കുക. Look at chapter 26, 26-ാം അധ്യായം verses 2. അതിന്റെ 2-ാം വാക്യം. Son of man, because Tyre has said against Jerusalem. അവൾ എങ്കിലേക്ക് തിരിഞ്ഞിരിക്കുന്നു, അവൾ ശൂന്യമായി തിരിഞ്ഞിരിക്കാൻ ഞാൻ നിറയുമെന്ന് സോർ പറയുന്നു. മനുഷ്യപുത്ര, യെരൂശലേമിനെ കുറിച്ച് നന്നായി ജാതികളുടെ വാതിലായിരുന്നു അവൾ തകർന്നുപോയി എന്ന് സോർ പറയുന്നത് കൊണ്ട് There is a little history behind it. അതിന്റെ പുറകിൽ ഒരു ചരിത്രമുണ്ട്. Nebuchadnezzar came and captured Jerusalem. നെബൂഖദ്നേസർ കടന്നു വന്ന് യെരൂശലേം പിടിച്ചടക്കി. Jerusalem was a rival city which was doing business in relation to Tyre. ആ കാലഘട്ടത്തിൽ യെരൂശലേം കച്ചവടത്തിൽ വലിയ ഉന്നത സ്ഥാനത്തായിരുന്ന ഒരു നഗരമായിരുന്നു. So keep it in mind, in verses 2, Tyre is a place. അവിടെയുള്ള സോറിനെ കുറിച്ചുള്ള ആ സ്ഥലത്തെ കുറിച്ച് നാം ഓർക്കുക. And come, let us chapter 27, 27-ാം അധ്യായം, verses 2. അതിന്റെ 2-ാം വാക്യം. Son of man, take up a lamentation for Tyre. മനുഷ്യപുത്ര, നീ സോറിനെ കുറിച്ചൊരു വിലാപം തുടങ്ങി. 1-ാം വാക്യം. Again, that is a place. അതെ, അത് ഒരു സ്ഥലമായിട്ട് നമ്മൾ അതിനെ കാണുവാൻ കഴിയും. Now look at chapter 28, 28-ാം അധ്യായം, verses 2. അതിന്റെ 2-ാം വാക്യം. Son of man, say to the prince of Tyre. മനുഷ്യപുത്ര, നീ സോർ പ്രഭുവിനോട് പറയേണ്ടത്. Now God is speaking to the one who is sitting on the throne. ഇപ്പോൾ ആ രാജസ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ച് പറയുവാനാണ് ഓർപ്പിക്കുന്നത്. And God is speaking to him. അതെ, ആ വ്യക്തിയോട് ദൈവം സംസാരിക്കുന്നു, യഹോവ സംസാരിക്കുന്നു. Now God gives us an insight who is behind this ruler. ഈ രാജാവിന്റെ പുറകിലുള്ള വ്യക്തി ആര് എന്നുള്ളൊരു വെളിച്ചം യഹോവ ഇവിടെ നൽകുകയാണ്. Look at verses 12. അതിന്റെ 12-ാം വാക്യം. Son of man, take up a lamentation for the king of Tyre. മനുഷ്യപുത്ര, നീ സോർ രാജാവിനെ കുറിച്ചൊരു വിലാപം തുടങ്ങിയവനോട് പറയേണ്ടത്. As you keep on reading, ആ വേദഭാഗം തുടർമാനമായിട്ട് നാം വായിക്കുമ്പോൾ verses 14. 14-ാം വാക്യം. You were an anointed cherub who covers, that is. നീ ചിറകുവിടർത്ത് മറയ്ക്കുന്ന കെരൂബാകുന്നു. That is not the man who was sitting on the throne. അവിടെ രാജസ്ഥാനത്തിരിക്കുന്ന വ്യക്തിയെ കുറിച്ചല്ല പറയുന്നത്. In verses 2 you find the prince who is sitting on the throne. 2-ാമത്തെ വാക്യത്തില് സിംഹാസനത്തിൽ ഇരിക്കുന്ന വ്യക്തിയെ കുറിച്ച് നാം കാണുന്നു. But you find the anointed cherub who is Satan. He was behind this ruler. അതെ, ഈ രാജാവിന്റെ പുറകിലുള്ളത് ചിറക് വിടർത്തുന്ന കെരൂബ് എന്ന് നാം ഇവിടെ മനസ്സിലാക്കുന്നു. In other words, മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ Satan was behind this business, worldwide business. ഈ ലോക വ്യാപാരം, ഈ കച്ചവടത്തിന്റെ പുറകിൽ ഉണ്ടായിരുന്നത് സാത്താനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. Yes, this is teaching us something, because God told nothing new in this world. Things that to us is what is happening now. ദൈവവചനം വ്യക്തമായി നമ്മെ ഓർപ്പിക്കുന്നു, ഒന്നും പുതുതായിട്ടില്ല, പണ്ട് സംഭവിച്ചത് തന്നെയാണ് ഇവിടെ വീണ്ടും സംഭവിക്കുന്നത്. I want to take many things from here, but I will not get time for that. സമയത്തിന്റെ കുറവുകൊണ്ട് ഇതിൽ പല കാര്യങ്ങൾ എടുക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു, എന്നാൽ അത് സാധിക്കില്ല. You see from verses 12, 12-ാം വാക്യം മുതൽ they were doing business Tarshish. അവരെ തർശീശിലെ കച്ചവടം നടത്തുന്നതായിട്ട് നാം കാണുന്നു. That is Britain. അത് ബ്രിട്ടൻ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. Verses 13, 13-ാം വാക്യം. Javan, Tubal, Meshach. തൂബേൽ, മേശക് എന്നിവർ. And Javan is actually Greece. അതെ, യാവാൻ എന്ന് പറയുന്നത് അത് ഗ്രീസാണ്. And Tubal and Meshach, Scythian tribes beyond the Black Sea, that is Russians and others. തൂബൽ, മേശക് എന്ന് പറയുന്നത് റഷ്യ രാജ്യങ്ങളാണ്, റഷ്യയോട് ചേർന്നുള്ള രാജ്യങ്ങൾ. And you find verses 14, Togarma.
14 വാക്യത്തിൽ തോഗർമ ഗ്രഹം എന്ന് പറയുന്നു. House of Togarma, you read in Ezekiel 38. എസെക്കിയേൽ 38 അധ്യായത്തിൽ നാം അത് കാണുന്നു. They come from the previous Russian, places. അത് റഷ്യയുടെ അല്ലെങ്കിൽ USSRന്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന മറ്റു രാജ്യങ്ങളാണ്. You read about Syria, Arabia, Yemen. These countries are mentioned. From there, a worldwide trade was taking place. സിറിയ, യമൻ എന്നുള്ള അനേക അറേബ്യ രാജ്യങ്ങളെ കുറിച്ച് ഇവിടെ പറയുന്നു. അവിടെ നിന്ന് ഒരു ലോക വ്യാപാരം അവിടെ സംഭവിക്കുകയാണ്. Satan was behind. അതിന്റെ പുറകിൽ സാത്താൻ ഉണ്ടായിരുന്നു. Now come back to chapter 13 of Revelation again. നമുക്ക് വെളിപ്പാട് പുസ്തകം 13 അധ്യായത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. The present globalization, WTO, who is behind it? ഈ കാലഘട്ടത്തിലുള്ള WTOയുടെ പുറകിൽ ആരാണ് ഉള്ളത്? Brothers, again Satan. പ്രിയ സഹോദരങ്ങളെ, നാം ഓർക്കുക, സാത്താനാണ് അതിന്റെ പുറകിലുള്ളത്. Look at that. He wanted to bring this man on the world politics. ഈ ഒരു വ്യക്തിയെ ലോക രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് അവൻ ആഗ്രഹിക്കുന്നു. Chapter 13 verses 2. 13 അധ്യായം 2 വാക്യം. And the last part of verses 2. The dragon gave him his power, his throne and his great authority. അതിന്റെ അവസാന ഭാഗം ഇങ്ങനെ കാണുന്നു. അതിന് മഹാസർപ്പത്തിന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. Who is this dragon? ആരാണ് ഈ മഹാസർപ്പം? Chapter 12 and verses 9. 12 അധ്യായത്തിന്റെ 9 വാക്യം. Devil, Satan, he is a dragon. അതെ, ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളഞ്ഞ പിശാച് സാത്താൻ. And he is the one who gives authority to this man. ഈ ഒരു വ്യക്തിക്ക് അധികാരം കൊടുക്കുന്നത് ഈ സാത്താനാണ്. So you and me, believers, we need to open our eyes and see satanic work, bringing this globalization around the globe. ഈ ലോകത്തിൽ നടക്കുന്ന ഈ ലോക വ്യാപാര സംഘടനകളുടെ അതിന്റെ പുറകിലുള്ള ശക്തി ആരാണെന്നുള്ളത് ഞാൻ നിങ്ങൾ കണ്ടു തുറന്ന ദൈവത്തിന്റെ അടിസ്ഥാനത്തിൽ നാം മനസ്സിലാക്കണം. They're going to make a worldwide business. അതെ, ലോകത്തിന്റെ മൊത്തമായിട്ടുള്ള ഒരു വ്യാപാരം അവിടെ ഉളവാക്കുവാൻ ആഗ്രഹിക്കുന്നു. Not going to come, it is already come. അത് വരുവാൻ പോകുകയല്ല, ഇതിനകം സംഭവിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. Already come, dear ones. അതെ പ്രിയ സഹോദരങ്ങളെ, അത് ഇതിനകം തന്നെ സംഭവിച്ചിരിക്കുകയാണ്. We are in a special time. നാം ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. I told you this has to happen in the middle of the tribulation period. ഇത് മഹോപദ്രകാലത്തിന്റെ മധ്യ സമയത്ത് സംഭവിക്കേണ്ടതാണ്. But it is already happening before us. എന്നാൽ നമ്മുടെ മുമ്പിൽ തന്നെ അത് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. Yes, after G20 and G8 countries meeting, G20യുടെയും G8 രാജ്യങ്ങളുടെയും മീറ്റിംഗിന് ശേഷം I read the newspapers very carefully in order to understand what is happening in the world. ഈ ലോകത്തിൽ സംഭവിക്കുന്നത് എന്താണെന്നുള്ളത് ഞാൻ അതിനുശേഷം പത്രങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. All these leaders will say like this: there is only one way. We need to open our country more. Liberalization. കൂടുതൽ ലിബറലൈസേഷൻ വേണം, നമ്മുടെ നിയന്ത്രണങ്ങൾ, ബോർഡറിലെ നിയന്ത്രണങ്ങൾ എടുത്തു കളയണം. ഇതാണ് നേതാക്കളുടെ ഒരേ ശബ്ദത്തിൽ അവർ പറയുന്നത്. More liberalization, openness. അതെ, കൂടുതലായിട്ട് ലിബറലൈസേഷൻ, കൂടുതലായിട്ട് നമ്മുടെ നിയന്ത്രണങ്ങൾ എടുത്തു മാറ്റി തുറന്നു കൊടുക്കുക. No one will be able to stop it. അതിനെ ആർക്കും തടയുവാനായിട്ട് കഴിയുകയില്ല. Some of the government, they tried to stop it. Even Indian government was not willing to sign WTO. ചില രാജ്യങ്ങൾ അതിനെ എതിർക്കുവാനായിട്ട് ശ്രമിച്ചു. ഇന്ത്യ ഗവൺമെന്റ് പോലും WTOയിൽ സൈൻ ചെയ്യാനായിട്ട് അവർ ആദ്യം തയ്യാറായില്ല. We were forced to sign at the time of Kargil war. കാർഗിൽ വാറിന്റെ സമയത്താണ് നാം അത് സൈൻ ചെയ്യുവാനായിട്ട് നാം പ്രേരിപ്പിക്കപ്പെട്ടത്. We had no other option. India signed. ഇന്ത്യക്ക് അത് സൈൻ ചെയ്യാതെ മറ്റൊരു ഓപ്ഷനും ഇല്ലായിരുന്നു. After signing this, അത് സൈൻ ചെയ്തതിനു ശേഷം we have come under a group of people's ruling. Even we have surrendered the sovereignty of our country to these people. അതിനുശേഷം നമ്മുടെ രാജ്യത്തിന്റെ ദേശീയത പോലും അവർക്ക് കീഴ്പ്പെടുന്ന രീതിയിൽ ഒരു ഗ്രൂപ്പിന്റെ കീഴിലേക്ക് ഈ നിയന്ത്രണങ്ങൾ അവരുടെ കൈവശമായി തീർന്നു. Already nations have signed up their freedom or sovereignty in order to benefit in the business, international trade. ഇങ്ങനെ ലോക വ്യാപാരത്തിൽ അതിൻ്റെ നേട്ടങ്ങൾ പങ്കുവെക്കുവാനായിട്ട് രാജ്യങ്ങൾ അവരുടെ നിയന്ത്രണങ്ങളും അവരുടെ സ്വാതന്ത്ര്യവും ഇതിന് അടിയറ വെച്ചു. Now come, open Revelation chapter 18. വെളിപ്പാട് പുസ്തകം 18 അധ്യായത്തിലേക്ക് നമുക്ക്. I'm going to show you the present business there. ഈ കാലഘട്ടത്തിലെ കച്ചവടത്തെക്കുറിച്ച് ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. Brothers, what a wonderful is the scriptures prophecies. ദൈവവചനത്തിലെ പ്രവചനങ്ങൾ എത്ര മനോഹരം, എത്ര അത്ഭുതകരമായിരുന്നു. As you look at chapter 18, 18 അധ്യായത്തിലേക്ക് നാം ശ്രദ്ധിക്കുമ്പോൾ you are reading about the fall of Babylon city. ബാബിലോൺ നഗരത്തിന്റെ വീഴ്ചയെക്കുറിച്ച് നാം ഇവിടെ കാണുന്നു. Many believe that 17 and 18 is same. പലരും വിചാരിക്കുന്നു 17 18 അധ്യായങ്ങൾ ഒരേ ആശയം തന്നെയാണെന്ന്. But I believe it is different. എന്നാൽ ഞാനത് ചിന്തിക്കുന്നത്, വിശ്വസിക്കുന്നത് രണ്ടും വ്യത്യസ്തമാണ്. Chapter 17 is actually the religious Babylon.
മതപരമായിട്ടുള്ള ബാബിലോണിനെ കുറിച്ചാണ് 17-ാം അധ്യായം പറയുന്നത്. Who destroys the religion? ആരാണ് ഈ മതത്തെ നശിപ്പിച്ചത്? In the middle of the tribulation, ആ മഹോപദ്രകാലത്തിന്റെ മധ്യത്തിൽ, look at verses 16 of chapter 17. 17-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം. The 10 horns which you saw on the beast, these will hate the harlot, make her desolate, and naked eat her flesh and burn her with fire. നീ കണ്ട 10 കൊമ്പും മൃഗവും വേശ്യയെ ദ്വേഷിച്ച് ശൂന്യവും നഗ്നവുമാക്കി അവളുടെ മാംസം തിന്നുകളെയും അവളെ തീ കൊണ്ട് ദഹിപ്പിക്കുകയും ചെയ്യും. Who is it? ആരെയാണത്? Antichrist. He is the one who is going to destroy the religious Babylon in the middle of the tribulation. ആ കാലഘട്ടത്തിന്റെ മധ്യത്തിൽ അന്തിക്രിസ്തുവാണ് മതപരമായിട്ടുള്ള ബാബിലോണിനെ നശിപ്പിച്ചു കളയുന്നത്. But chapter 18, എന്നാൽ 18-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ God himself destroys the city of Babylon. ദൈവം തന്നെ മഹാനഗരമായ ബാബിലോണിനെ നശിപ്പിച്ചു കളയുന്നു. Where is the city of Babylon? എവിടെയാണ് ബാബിലോൺ നഗരം? Where is it? അത് എവിടെയാണ്? It is in Iraq. അത് ഇറാഖിലാണോ? It is in Iraq. അത് ഇറാഖിലാണ്. What is happening in Iraq? ഇറാഖിൽ എന്താണ് Why സംഭവിക്കുന്നത്? this turmoil in Iraq? ഇറാഖിലുള്ള ഈ പ്രതിസന്ധികളുടെ കാരണം എന്താണ്? Why this turmoil in the time in which we are living? നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ട് സംഭവിക്കുന്നു? I wanted to take it in one by one, but I don't have time. അത് ഒന്നിനു പുറകെ ഒന്നായിട്ട് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ സമയത്തിന് കുറവുണ്ട്. Oh, Iraqi turmoil. അത് ഇറാഖ് വളരെ പ്രതിസന്ധിയിൽ കൂടി കടന്നു In പോവുകയാണ്. order to fulfill this, ഈ ദൈവവചനത്തിന്റെ പൂർത്തീകരണമാണ് in order to fulfill chapter 18, ഈ ദൈവവചനത്തിന്റെ പൂർത്തീകരണമാണ് അവിടെ സംഭവിക്കുന്നത്. do you know why? എന്തുകൊണ്ടാണെന്ന് അറിയാമോ? Iraq is going to be the commercial capital of Antichrist in the tribulation period. മഹോപദ്രകാലത്ത് അന്തിക്രിസ്തുവിന്റെ വ്യാപാരത്തിന്റെ തലസ്ഥാനമായിട്ട് തീരുന്നത് ഇറാഖായിരിക്കും. Not Paris or London. പാരീസോ ലണ്ടനോ ആയിരിക്കില്ല. Not any other city. മറ്റൊരു സിറ്റി ആയിരിക്കില്ല. It is Iraq. അത് ഇറാഖിൽ തന്നെ ആയിരിക്കും. How, you may ask me, how can I speak boldly like this? ഇങ്ങനെ ധൈര്യത്തോട് എങ്ങനെ പറയാൻ കഴിയുമെന്ന് നിങ്ങൾ ചോദിക്കാം. Turn with me to, we will come back to this chapter. Turn with me to Zechariah chapter 5. സെഖര്യാവ് 5-ാം അധ്യായത്തിലേക്ക് നമുക്ക് തിരിയാം. Zechariah chapter 5. സെഖര്യാവ് 5-ാം അധ്യായം. There you find this prophecy in relation to this city. ഈ നഗരത്തെക്കുറിച്ചുള്ള ഒരു പ്രവചനം നമുക്കിവിടെ കാണുവാൻ കഴിയും. Chapter 5 of Zechariah. We want to read from verses 5 to 11. 5-ാം അധ്യായം 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. Again, as I told you, we don't have time. നമുക്ക് സമയത്തിന്റെ കുറവുണ്ട്. There, what is written from verses 5 to 11? 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ എന്താണ് എഴുതിയിരിക്കുന്നത്? God gave a vision. അതെ, ദൈവം അവിടെ ഒരു വെളിപ്പാട് നൽകുകയാണ്. A basket or an ephah is being lifted up in the air. Verses 5. അനന്തരം എന്നോട് സംസാരിക്കുന്ന ദൂതൻ പുറത്തു വന്നതിനോട്, നീ തലപൊക്കി ഈ പുറപ്പെടുന്നത് എന്താകുന്നത് നോക്കുക എന്ന് പറഞ്ഞു. അതെന്തെന്ന് ഞാൻ ചോദിച്ചതിന്, പുറപ്പെടുന്നതായ ഒരു എഫ എന്ന് അവൻ പറഞ്ഞു. ഒരു എഫ അവിടെ ഉയരുകയാണ്. Is actually in Malayalam we call it para. It is a measuring jar of grains. അത് പറ എന്ന മലയാളത്തിൽ പറയും. ഇത് ഒരു അളവ് പാത്രമാണ്. And that is being lifted up. അത് ഉയർന്നു പൊങ്ങുന്നതായിട്ട് കാണുന്നു. Keep it in mind, it is an emblem of commerce. അത് വ്യാപാരത്തിന്റെ ഒരു അടയാളമാണെന്ന് നാം മനസ്സിലാക്കണം. And that vision says it is being lifted up and it is being taken to a place. അത് ഉയർന്നു പൊങ്ങി വരുന്ന ഒരു സ്ഥലത്തേക്ക് അത് കടന്നു പോവുകയാണ്. 2 women is carrying it. അത് 2 സ്ത്രീകൾ അത് പങ്കുവെക്കുന്നതായിട്ട് നമ്മുടെ കാണുന്നു. Then a question was asked. അപ്പോൾ അവിടെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. Verses 10. 10-ാം വാക്യം. Where are they carrying this ephah? എന്നോട് സംസാരിക്കുന്നതിനോട് അവൻ എഫയെ എവിടെ കൊണ്ടുപോകുന്നു ഞാൻ ചോദിച്ചു. Look at verse 11. അതിന്റെ 11-ാം വാക്യം നാം ശ്രദ്ധിക്കുക. And he said to me, അതിനവൻ to build a house for it in the land of Shinar. ശിനാർ ദേശത്ത് അവർ അവൾക്കൊരു വീട് പണിവാൻ പോകും. When it is ready, the ephah will be set there on its base. അത് തീർന്നാൽ അവളെ സ്വസ്ഥാനത്ത് പാർപ്പിക്കുമെന്ന് എന്നോട് പറഞ്ഞു. They're going to build a house for this ephah in Shinar. ഷീനാറിലെ ഈ ഒരു എഫായ്ക്ക് വേണ്ടി ഒരു വീട് പണിയുകയാണ്. Where is Shinar? എവിടെയാണ് ഷീനാർ? Anyone who knows Genesis chapter 11, ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ verses 1 to 4, അതിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. they went and to a plain known as Shinar and built a tower, a Babel tower. 11-ാം അധ്യായത്തിൽ നമ്മുടെ കാണുന്ന ഒരു ഷീനാർ ദേശത്തേക്ക് കടന്നുപോയി അവിടെ ബാബേൽ ഗോപുരം പണിതായിട്ട് നാം കാണുന്നു. That is in Iraq. അത് ഇറാഖിലാണ്. Again you read in Daniel chapter 1 and verses 2. ദാനിയേലിന്റെ പ്രവചനം 1-ന്റെ 2-ാം വാക്യം. Daniel
and his colleagues, they were taken to Shinar. ദാനിയേലും തന്റെ സുഹൃത്തുക്കളും അവരെ ശിനാർ പ്രദേശത്തേക്കാണ് അവരെ കൊണ്ടുപോയത്. That is in Babylon. അത് ബാബിലോണിലാണ്. So look at this prophecy. They are going to build a house for him in Shinar. അവർക്ക് ശിനാർ ദേശത്ത് ഒരു ഭവനം ഉണ്ടാക്കുകയാണ്. Do you know Iraq is one of the richest country in the world? നമുക്കറിയാമോ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാഷ്ട്രങ്ങളിലൊന്നാണ് But it ഇറാഖ്. is a poor country now. എന്നാൽ ഇപ്പോൾ അത് വളരെ ദരിദ്ര രാജ്യമായിട്ട് Near തീർന്നിരിക്കുകയാണ്. Saudi Arabia and Kuwait. അതെ, കുവൈറ്റിന്റെയും സൗദി അറേബ്യയുടെയും മധ്യത്തിൽ. They say Iraq has got more oil than Saudi Arabia. സൗദി അറേബ്യയെക്കാളും കൂടുതൽ ഓയിൽ ഇറാഖിനുണ്ടെന്നാണ് പറയപ്പെടുന്നത്. So far it is not taken. അത് ഇതുവരെ എടുത്തിട്ടില്ല. So far not even 90% of their oil is not explored. അവരുടെ ആ ഓയിലിലെ 90% ഇതുവരെയും അത് കണ്ടെത്തിയിട്ടില്ല. And you know they have another advantage. അവർക്ക് മറ്റൊരു അഡ്വാൻറ്റേജും ഉണ്ട്. That is the only oil producing country who have a sweet water river running, Euphrates and Tigris. അവരുടെ മധ്യത്തിൽ കൂടി ഒരു നദി കടന്നു പോകുന്ന ഈ എണ്ണ ഉണ്ടാക്കുന്ന രാജ്യങ്ങൾ ഏക രാജ്യമാണ് ഇറാഖ്. And very clearly scripture says Iraq is going to be rebuilt again. ദൈവവചനം വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നു, ഇറാഖ് വീണ്ടും അത് പുനർനിർമ്മിക്കപ്പെടും. That is going to be the commercial capital of Antichrist. അന്തിക്രിസ്തുവിന്റെ വ്യാപാര തലസ്ഥാനമായിട്ട്, കൊമേഴ്സ്യൽ ക്യാപിറ്റലായിട്ട് തീരുന്നത്. You see the business is doing in chapter 18. 18-ാം വാക്യത്തില് കച്ചവടത്തെ കുറിച്ച് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ നാം കാണുന്നു. Just look at the verses I am telling. ഞാൻ പറയുന്ന വാക്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. See, look at chapter 18 and verses 3. അതിന്റെ 3-ാം വാക്യം. For all the nations have drunk of the wine of the wrath of her fornication. And the last part. And the merchants of the earth have become rich through the abundance of her luxury. അവളുടെ വേശ്യാവൃത്തിയുടെ ക്രോധമദ്യം സകല ജാതികളും കുടിച്ചു. ഭൂമിയിലെ രാജാക്കന്മാർ അവളോട് വേശ്യാസംഗം ചെയ്യുകയും ഭൂമിയിലെ വ്യാപാരികൾ അവളുടെ പുളപ്പിന്റെ ആധിക്യത്താൽ സമ്പന്നരാകുകയും ചെയ്തു. If you have red ink, ചുമന്ന മഷിയുള്ള പേനയുണ്ടെങ്കിൽ better to underline that with the red ink. അതെ, ചുമന്ന മഷിയുള്ള പേന കൊണ്ട് അത് അടയാളപ്പെടുത്തുക. Why? എന്തുകൊണ്ട്? Not one nation, nations of the world. അതെ, ഒരു രാജ്യമല്ല, ലോക രാജ്യങ്ങൾ. They are in an international trade. അവര് ഒരു ലോക വ്യാപാര വ്യവസ്ഥിതിയിലാണ്. The merchants of the earth. അതെ, ഭൂമിയിലെ കച്ചവടക്കാർ. The merchants and the nations doing business and becoming rich. അതെ, ലോകത്തിലെ കച്ചവടക്കാരും ലോകരാജ്യങ്ങളും ഒരു കച്ചവടം നടത്തി അവർ സമ്പന്നരാകുകയാണ്. Look at verses 11 again. 15-ാം വാക്യത്തിലേക്ക് ശ്രദ്ധിക്കാം. Again we read, and the merchants of the earth. അവിടെയും ഭൂമിയിലെ കച്ചവടക്കാരെന്ന് നമ്മുടെ കാണുന്നു. The business people of the earth. ഈ ലോകത്തിലെ ഈ ഭൂമിയിലെ കച്ചവടക്കാർ. Look at verses 23. 23-ാം വാക്യം. Last part of verse 23. Your merchants were the great men of the earth. നിന്റെ വ്യാപാരികൾ ഭൂമിയിലെ മഹത്തുക്കളായിരിക്കുന്നു. This is what you call multinational companies. ഇതാണ് മൾട്ടിനാഷണൽ കമ്പനി എന്ന് കൊണ്ട് പറയുന്നുണ്ട്. MNC. അതെ, MNC. Nations coming with business to other countries, big companies. മറ്റു രാജ്യങ്ങളിലേക്ക് കച്ചവടമായിട്ട് വ്യാപാരമായിട്ട് കടന്നു പോകുന്ന വലിയ ലോകത്തിൽ വ്യാപിച്ചെടുക്കുന്ന വലിയ കമ്പനികൾ ഉണ്ടാക്കുക. It happened in this generation. ഈ തലമുറയിലാണ് In സംഭവിച്ചിരിക്കുന്നത്. this generation, ഈ തലമുറയിൽ സംഭവിച്ചു. nations in a multinational business, multinational companies and the merchants. അതെ, വ്യാപാരികള് രാജ്യങ്ങള് വ്യത്യസ്തമായ രാജ്യങ്ങളിൽ അവർ കടന്നു പോകുന്ന മൾട്ടിനാഷണൽ കമ്പനികളായിട്ട് അവിടെ രൂപാന്തരപ്പെടുന്നു. And God says in the end time, the big people are not the politicians, but your great men are the merchants of the world. ദൈവത്തിനെ ഓർപ്പിക്കുന്നു, അന്ത്യകാലഘട്ടത്തിൽ ലോകത്തിലെ മഹത്തുക്കളായി തീരുന്നത് വ്യാപാരികളായിരിക്കുമെന്ന് ഇവിടെ ഓർപ്പിക്കുന്നു. Come to India. ഇന്ത്യയിലേക്ക് കടന്നു വരിക. Not the politicians. അതെ, രാഷ്ട്രീയക്കാരല്ല. Reliance and Ambanis and Adanis, they all can buy India with their money. ഇന്ത്യയിലും റിലയൻസിലും അംബാനിയും അദാനി അവർക്ക് ഇന്ത്യയെ വിലയ്ക്ക് വാങ്ങുവാൻ തക്കവണ്ണമുള്ള സമ്പത്ത് അവരുടെ കയ്യിലുണ്ട്. And your great men are your merchants now. അതെ, ഈ കാലഘട്ടത്തിൽ നമ്മളിലുള്ള മഹത്തുക്കൾ എന്ന് പറയുന്നത് ബിസിനസ്സുകാരാണ്. You find the international trade here. ഇവിടെ ലോക വ്യാപാരത്തെ കുറിച്ച് നമ്മൾ കാണുന്നു. International trade. അതെ, ലോക വ്യാപാരം. Who has done this WTO's agreement? ഈ WTO agreement ആരാണ് ചെയ്തത്? I believe merchants are behind it. കച്ചവടക്കാരാണ് അല്ലെങ്കിൽ വ്യാപാരികളാണ് അതിന്റെ പുറകിലുള്ളത്. Not the UNO. മറ്റാരുമല്ല. I will show you why I believe it. ഞാൻ എന്തുകൊണ്ട് വിശ്വസിക്കുന്നു ഞാൻ. But let me tell you, this is a phenomena taking place in the Gentile world, because after the rapture, the world will be united as one
through commerce. സഭയുടെ ഉൽപ്രാപണത്തിന് ശേഷം ലോകത്തിൽ സംഭവിക്കാനിരിക്കുന്ന ആ കാര്യത്തിന് വേണ്ടി ഈ കാലഘട്ടത്തിൽ തന്നെ ലോകരാഷ്ട്രം ഉണ്ടാകുന്നതിന് വേണ്ടി ഈ കാലഘട്ടത്തിൽ തന്നെ വ്യാപാരങ്ങളെല്ലാം ഏക വ്യവസ്ഥിതിയിലേക്ക് കടന്നു വരികയാണ്. Let me point out a passage spoken by our blessed Lord. നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു വേദഭാഗം ഒന്ന് ഓർപ്പിക്കാൻ He ആഗ്രഹിക്കുന്നു. spoke about it. കർത്താവ് സംസാരിക്കുകയുണ്ടായി. Same phenomena he spoke about. കർത്താവ് വ്യക്തമായിട്ട് സംസാരിച്ചിരിക്കുന്നു. But many a times we don't understand that this is what he spoke. എന്നാൽ പലപ്പോഴും നമ്മൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. Look at Luke's Gospel chapter 21. ലൂക്കോസിന്റെ സുവിശേഷം 21 അധ്യായം and verses 34 onwards. അതിന്റെ 34 വാക്യം. The Lord is speaking about the second coming. കർത്താവിന്റെ രണ്ടാം വരവിനെ കുറിച്ച് കർത്താവ് ഇവിടെ ഓർപ്പിക്കുകയാണ്. He is speaking again, it will happen to the throughout the world. അത് ലോകത്തിൽ മുഴുവൻ സംഭവിക്കുന്നതായിട്ട് കർത്താവ് ഓർപ്പിക്കുന്നു. Take heed, verses 34. Take heed to yourself, lest your heart be weighed down with carousing, drunkenness, and cares of life, that the day come on you unexpectedly. Verses 35. It will come as a snare on all those who dwell on the face of the whole earth. Watch, therefore. 34 വാക്യം മുതൽ നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്നൊരു കണി പോലെ വരാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അത് സർവ്വഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും വരും. The Lord spoke to us. കർത്താവ് നമ്മോട് സംസാരിച്ചതാണ്. His coming is going to be unexpected throughout the world. ഈ കർത്താവിന്റെ വരവ് ലോകത്തിന് അപ്രതീക്ഷിതമായിട്ടാണ് And that day will come as unexpectedly. ആ ദിവസം അപ്രതീക്ഷിതമായ ഒരു ദിവസമായിട്ടാണ് Not സംഭവിക്കുന്നത്. only that, the Lord emphasized. അത് കർത്താവ് ഓർപ്പിക്കുന്നത് മാത്രമല്ല, Verses 35 he says, 35 വാക്യത്തിൽ it will be like a snare for the people who dwell on the face of the whole world. അതെ, ഈ സർവ്വഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും അതൊരു കണിയായിട്ട് It വരുന്നതായിട്ട് will be a snare. അതൊരു സ്നേഹമായിട്ട് സംഭവിക്കുന്നു. Why the Lord told his second coming is to be a snare and unexpected throughout the world? ഈ ലോകത്തിൽ മുഴുവൻ അപ്രതീക്ഷിതമായിട്ട് ഒരു എന്തുകൊണ്ട് സംഭവിക്കുന്നു? He says a character will prevail in the earth. ഈ ലോകത്തില് ആ സമയത്തുള്ള ലോകത്തിന്റെ സ്വഭാവം, Because of that character, that day will be unexpected. അവരുടെ ആ സ്വഭാവം കൊണ്ടാണ് അവർക്കത് അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുന്നത്. He says 3 things. 3 കാര്യങ്ങൾ കർത്താവ് ഇവിടെ ഓർപ്പിക്കുന്നു. Please note it. അത് നാം ശ്രദ്ധിക്കുക. First one, ഒന്നാമത് verses 34. അതിന്റെ 34 വാക്യം. Their heart will be weighed on because of carousing, drunkenness, and cares of life. അതെ, നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിരിക്കുന്നു. 3 things. 3 കാര്യങ്ങൾ. First one, ഒന്നാമത് fullness of food. അതെ, അതിഭക്ഷണം. This WTO, WTO after signing, ആ എഗ്രിമെന്റ് ഒരു സൈൻ ചെയ്തതിനു ശേഷം all the world you find outlets of foodlets. ലോകത്തിന്റെ എല്ലാ സ്ഥാനങ്ങളിലും ഫുഡിന്റെ ഭക്ഷണത്തിന്റെ ഔട്ട്ലെറ്റ്സുകൾ നമുക്ക് കാണുവാൻ കഴിയും. You come to Ernakulam, where I am staying. ഞാൻ താമസിക്കുന്ന എറണാകുളത്തേക്ക് കടന്നു വരിക. It is in Cochin, a corner of the world. അത് ലോകത്തിന്റെ ഒരു മൂലയാണ് കൊച്ചിയിൽ. How could all these foreign Pizza Hut, Pizza Inn, Kentucky Fried Chicken, I don't know the names, all kind of food outlets have come there. അവിടെയുള്ള ലോകത്തുള്ള എല്ലാ ഫുഡ് ഔട്ട്ലെറ്റ്സ്, KFC, പിസ്സ ഹട്ട്, ഇതെല്ലാം അവിടെ നമുക്ക് കാണുവാൻ കഴിയും. Not only there, അവിടെ മാത്രമല്ല, you go to now towns in Kerala, most of the towns also you find. കേരളത്തിലുള്ള നഗരങ്ങളിലേക്ക് പോവുക, ടൗണിലേക്ക് കടന്നു പോവുക, അവിടെ എല്ലാം നമുക്ക് കാണുവാൻ You കഴിയും. go to communist countries. കമ്മ്യൂണിസ്റ്റ് കൺട്രികളിലേക്ക് നാം They പോവുക. never allowed foreign, companies to come to do business in their countries. അവരുടെ രാജ്യങ്ങളിലെ ബിസിനസ് ചെയ്യാനായിട്ട് വിദേശ രാജ്യങ്ങളെ അവരെ അനുവദിക്കാറില്ല. The story is different. എന്നാൽ ഇപ്പോൾ ചരിത്രം അത് Jesus വ്യത്യസ്തമാണ്. told it will come on the whole world. അതെ, ഈ പറയുന്ന കാര്യങ്ങൾ ഈ ലോകത്ത് മുഴുവൻ സംഭവിക്കേണ്ടിയിരിക്കുന്നു. 1991 communism broken in Russia. 1991 റഷ്യയിലെ കമ്മ്യൂണിസം അത് അവിടെ തകർക്കപ്പെട്ടു. They moved to a sort of not socialism, capitalist communism. ഒരു ക്യാപിറ്റലിസ്റ്റ് കമ്മ്യൂണിസത്തിലേക്ക് അവരെ നീങ്ങി. So all the foreign companies with their food stuff then moved to China and Russia and other parts also. ലോകത്തിലെ ഇങ്ങനെയുള്ള ഫുഡ് ഔട്ട്ലെറ്റ്സ് കമ്പനികളെല്ലാം ചൈനയിലേക്കും റഷ്യയിലേക്കും അവർ നീങ്ങി. And man is so busy eating. അതെ, മനുഷ്യന് അതിഭക്ഷണത്താൽ അതിന് വളരെ വ്യാപൃതനായിരിക്കുകയാണ്. Every place a problem is putting on weight. എവിടെയും പ്രശ്നങ്ങൾ നാം വെയിറ്റ് ഭാരം കൂടുക എന്നുള്ളതാണ് പ്രശ്നം. Arab people, അറബ് ലോകത്ത് look at the previous generation. കഴിഞ്ഞ തലമുറയെ ശ്രദ്ധിക്കുക. Very slim.
വളരെ മെലിഞ്ഞ പ്രകൃതിയുള്ളവരായിരുന്നു. But now problem, gym and all kind of things, a new business came to reduce weight. ഈ കാലഘട്ടത്തിലെ വെയിറ്റ് കുറയ്ക്കുവാനായിട്ടുള്ള പല പുതിയ മാർഗങ്ങൾ, പുതിയ ബിസിനസ്സുകളിലൂടെ കടന്നു വരികയാണ്. Same thing I heard in China. I read 50% of the population overweight. ചൈനയിലും അത് കേൾക്കുകയുണ്ടായി. അവിടെയുള്ള ജനങ്ങൾ 50% വെയിറ്റ് അതിഭാരമാണെന്ന് വായിക്കാനിടയായി. Everywhere people are putting on weight. What happened? എന്താണ് എല്ലായിടത്തും ആൾക്കാര് ഭാരം കൊടുക്കുകയാണ്. എന്താണ് അതിനുള്ള കാരണം? And now big business for reducing weight, gym and other things have come. ഈ കാലഘട്ടത്തിലെ വെയിറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള വ്യാപാരം അതും വളരെയധികം വർദ്ധിച്ചു വരികയാണ്. Fullness of food. അതെ, അതിഭക്ഷണം Spoken by our blessed Lord. നമ്മുടെ കർത്താവ് തന്നെ ഓർപ്പിച്ചിരിക്കുന്ന വാക്കുകളാണ്. Western nations, you don't find a woman cooking in home. പാശ്ചാത്യ രാജ്യങ്ങളിലെ സ്ത്രീകളെ ഭവനങ്ങളിൽ അവർ ഭക്ഷണം ഉണ്ടാക്കാറില്ല. Same phenomena moving into our countries also. അതേ സ്വഭാവം നമ്മുടെ രാജ്യങ്ങളിലേക്കും അത് വ്യാപിച്ചിരിക്കുകയാണ്. Fullness of food. അതെ, അതിഭക്ഷണം. Previously we used to eat chicken, maybe sometimes when some guest come we used to cut chicken in home. കഴിഞ്ഞ നാളുകളിൽ മുൻകാലങ്ങളിൽ അതിഥികൾ കടന്നു വരുമ്പോൾ നാം ചിക്കനൊക്കെ കോഴിയിറച്ചിയെ കഴിക്കാറുണ്ട്. That's different now. എന്നാൽ ഇന്നത് വ്യത്യസ്തമായ സാഹചര്യമാണ്. Now nobody wanted to eat chicken, that is because of its plenteous. അത് ഏറ്റവും അധികമായിട്ട് കഴിച്ചുകൊണ്ട് ഇപ്പോൾ ആൾക്കാർക്ക് അത് ആവശ്യമില്ല എന്നുള്ള സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു. Our fathers, they used to have chicken, eggs and milk. They used to produce and they used to buy from the market only little bit. നമ്മുടെ പിതാക്കന്മാരുടെ കാലഘട്ടങ്ങളിൽ അത് അവരുടെ ഭവനങ്ങളിൽ അത് അവർക്ക് ലഭിക്കുമായിരുന്നു. മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. The story is different. ഇന്ന് ആ കഥ വ്യത്യസ്തമാണ്. We move to another culture now. നാം വ്യത്യസ്തമായ ഒരു സംസ്കാരത്തിലേക്ക് This നാം മാറിയിരിക്കുകയാണ്. generation has moved to consumer culture. ഒരു ഉപഭോക്തൃ സംസ്കാരത്തിലേക്ക് തലമുറ മാറിയിരിക്കുകയാണ്. What does it mean? അതിന്റെ അർത്ഥം എന്താണ്? Buy, eat. വാങ്ങിക്കുക, ഭക്ഷിക്കുക. Take the trolley, walk and put all the food stuff, eat it, and again take the trolley, go around and buy and eat and finish. നാം ട്രോളി എടുത്ത് മുന്നോട്ട് കടന്നു പോവുക, വാങ്ങിക്കുക, കൊണ്ടുവരിക, ഭക്ഷിക്കുക, വീണ്ടും ഇത് ആവർത്തിക്കുക. Around the globe. ലോകത്തിലെ മുഴുവനായി സംഭവിക്കുന്നത് Around the globe. ലോകത്തിൽ സംഭവിക്കുന്നത്. Jesus told in the end time this will happen. കർത്താവ് പറഞ്ഞു അന്ത്യകാലഘട്ടത്തിൽ സംഭവിക്കുമെന്ന്. Fullness of food. അതെ, അതിഭക്ഷണം. Second, രണ്ടാമത് drunkenness. മദ്യപാനം. Those who are coming from Kerala, India, there is no need of telling about it. കേരളത്തിൽ നിന്ന് കടന്നു വരുന്നവരോട് അത് വിശദമാക്കേണ്ട ആവശ്യമില്ല. Yeah, this is a phenomenon around the globe again. അത് ലോകത്തിലെ മുഴുവനായിരിക്കുന്ന ഒരു സ്വഭാവവിശേഷം തന്നെയാണ്. When I went to UK, ഞാൻ UK-ലേക്ക് കടന്നുപോയി. they told me women are the most drunkards there. അവിടെ പറയുന്നത് അവിടെ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ മദ്യപാനികളായിരിക്കുന്നത്. And they will work for 5 days. അവർ 5 ദിവസം ജോലി ചെയ്യും. Then on the Friday night they will be going into the pub with the spiked shoes and all. അവർ വെള്ളിയാഴ്ച വൈകിട്ട് ഒരു പബ്ബിലേക്ക് കടന്നു പോകും. And you can see them coming out 12 o'clock with the shoes on their shoulders. അത് ഷൂസ് ഇട്ടുകൊണ്ട് പോകുന്നവര് 12 മണിക്ക് ഷൂസ് തോളിലിട്ടുകൊണ്ട് മടങ്ങി വരുന്നതായിട്ട് കാണുവാൻ കഴിയും. Around the world, Jesus told drunkenness. അതെ, കർത്താവ് തന്നെ പറഞ്ഞു ലോകത്തിലെ മദ്യപാനം അന്ത്യകാലഘട്ടത്തിൽ വ്യാപിക്കും. The revenue of the government after oil, it is liquor, is the highest revenue earning in India and Kerala. ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലും ഗവൺമെന്റിന് ലഭിക്കുന്ന വരുമാനം ഓയിൽ, പെട്രോളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കഴിഞ്ഞാൽ ഏറ്റവും അധികമായിട്ട് വരുമാനം ലഭിക്കുന്നത് മദ്യത്തിൽ നിന്ന്. And the third one Jesus told, മൂന്നാമത് യേശുക്രിസ്തു പറഞ്ഞത് cares of life, ഉപജീവന ചിന്തകൾ, anxiety. അതെ, ഉപജീവന ചിന്തകളാലുള്ള ആകുലത. What is this? എന്താണത്? Anxiety. അതെ, ആകുലത. This phenomena was only for around 10-15 nations, but it is around the globe now, as Jesus told. അത് കർത്താവ് പറഞ്ഞിരിക്കുന്നത് ലോകത്ത് മുഴുവൻ ഇത് വ്യാപിച്ചിരിക്കുകയാണ്. Multinational companies, along with them also came another group, credit rating companies giving credit. ക്രെഡിറ്റ് റേറ്റിംഗ് കമ്പനി, അങ്ങനെയുള്ള ഒരു വിഭാഗം കൂടി ഇപ്പോൾ കടന്നു വന്നിരിക്കുകയാണ്. You get everything on credit. നമുക്ക് എല്ലാം നമുക്ക് ലോണിൽ ലഭിക്കും. In India, Kerala, if you wanted something credit, it was a tough thing, sometime back. അതെ, ചില നാളുകൾക്ക് മുമ്പ് വരെ കേരളത്തിൽ ഏതെങ്കിലും ഒരു വസ്തു നമുക്ക് ലോണിൽ ക്രെഡിറ്റിൽ കിട്ടുക എന്നുള്ളത് വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ്. Now education loan, ഇപ്പോൾ ഭവനത്തിന് വിദ്യാഭ്യാസത്തിനുള്ള ലോണ്, house loan, ഭവനത്തിനുള്ള ലോണ്, holiday loan, അവധിക്ക് പോകുന്ന ലോണ്, marriage loan, വിവാഹത്തിനുള്ള ലോൺ. you name anything, there will be loan. നാം എന്ത് പറഞ്ഞാലും അതിന് ലോണുണ്ട്. After that, അതിനുശേഷം
Anxiety. അതിനുശേഷം നമുക്ക് ആ ഉപജീവന ചിന്തയെ കുറിച്ചുള്ള ആകുല ചിന്ത നമുക്ക് കടന്നു വരും. Anxiety. ആകുല ചിന്ത, Can I pay it back? എനിക്കത് തിരിച്ചടയ്ക്കുവാൻ പറ്റുമോ? It's another phenomena of globalization. അതെ, ഗ്ലോബലൈസേഷന്റെ മറ്റൊരു സ്വഭാവവിശേഷമാണത്. And look at these three things Jesus told. Let me stop it there. കർത്താവ് പറഞ്ഞ ഈ 3 കാര്യങ്ങൾ നാം ചിന്തിക്കുക, നമുക്ക് മുന്നോട്ട് പോകാം. Oh, brothers, and because of these things, people won't be able to concentrate on godly things. They will put away the Lord, and His coming is going to be unexpectedly. ഈ 3 കാര്യങ്ങൾ കൊണ്ട്, ഈ 3 കാര്യങ്ങളുള്ള ചിന്തകൾ കൊണ്ട് കർത്താവിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള ചിന്തകളിൽ നിന്നുള്ള ശ്രദ്ധ മാറിപ്പോകുന്നു. അതുകൊണ്ട് അവർക്ക് കർത്താവിന്റെ വരവ് ഒരു കണിയായിട്ട്, ഒരു മുന്നറിയിപ്പില്ലാതെ അവർക്ക് സംഭവിക്കും. Speaking about the end time. അതെ, അന്ത്യകാലഘട്ടത്തെ കുറിച്ചാണ് ഇവിടെ ഓർപ്പിക്കുന്നത്. Again, that phenomena we are seeing in the world. അതെ, ഈ ലോകത്തിലെ വ്യാപകമായിട്ട് ഈ ഒരു സ്വഭാവം നാം കാണുന്നു. It's happening around the globe. അത് ലോകത്തിൽ മുഴുവനായിട്ട് വ്യാപിച്ചിരിക്കുക. As these things are happening, ഈ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ the world is being made into one through commerce. അതെ, ഈ കച്ചവടത്തിൽ അല്ലെങ്കിൽ വ്യാപാരത്തിൽ കൂടി ലോകത്തിന് ഏകരാഷ്ട്രമായിട്ട് മുന്നോട്ട് വരുമ്പോൾ, I want to take about European Union. യൂറോപ്യൻ യൂണിയനെ കുറിച്ച് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. Europe fought 2 world war each other. യൂറോപ്പിൽ തന്നെ അവർ തമ്മിലാണ് 2 ലോകമഹായുദ്ധങ്ങൾ അവർ They നേരിട്ടത്. never united each other. അവർ ഒരിക്കലും ഒരുമിച്ച് പോകാൻ കഴിയുന്ന ഒരു കൂട്ടമായിരുന്നില്ല. Now Europe is united as one. We call it European Common Market. ഇന്ന് യൂറോപ്യൻ കോമൺ മാർക്കറ്റ് എന്ന നിലയിൽ അവരിന്ന് ഒരു ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകുന്നു. How Europe was united? എങ്ങനെയാണ് യൂറോപ്പ് അത് ഒരു ഐക്യത ഉണ്ടായത്? Because of the industries, they made their industries as one, and their currency also one. Europe, without firing a shot, they became one. അതെ, യൂറോപ്പ് എന്നുള്ളത് അവരൊരു വെടിവെച്ച പോലും ഉണ്ടാകാതെ, ഒരു വെടിവെപ്പ് പോലും സംഭവിക്കാതെ അവരുടെ വ്യാപാരത്തിന് വേണ്ടി അവരുടെ കറൻസി അവരെ ഒരുമിച്ചാക്കിക്കൊണ്ട് അവരെ ഐക്യമായി തീർന്നു. This is the same thing happening. ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. And we read in Revelation chapter 13. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, The one man going to rule. അതെ, ലോകത്തിലെ ഒരു ഏകരാജാവ്. And as you read that chapter, നാം ആ അധ്യായം വായിക്കുമ്പോൾ you read that he is the one who is going to control the world commerce. ലോകത്തിലെ വ്യാപാരത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഈ ഒരു വ്യക്തിയായി. Because Revelation 18 is actually the commercial capital. അതെ, 18-ാം അധ്യായത്തിലെ വ്യാപാരങ്ങളുടെ തലസ്ഥാനമായിട്ട് നമ്മൾ അതിനെ When you കാണുന്നു. come to chapter 13, 13-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ we read in verses 16, അതിന്റെ 16-ാം വാക്യത്തിൽ, he will cause all, both small and rich and poor, to receive a mark. Otherwise, they won't be able to buy or sell. അത് ചെറിയവരും വലിയവരും സമ്പന്നരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലം കൈമേലോ നെറ്റിയിലോ മുദ്ര കിട്ടുമാറ് മൃഗത്തിന്റെ പേരിന്റെ സംഖ്യയിലോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങിയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെ ആക്കുന്നു. He is controlling the commerce. താൻ വ്യാപാരത്തെ നിയന്ത്രിക്കുന്നതായിട്ട് നാം ഇവിടെ മനസ്സിലാക്കും. You know, we who come from India, നാം ഇന്ത്യയിൽ നിന്ന് കടന്നു വന്നവരാണ്. we should understand what Modi government is doing. മോഡി ഗവൺമെന്റ് ചെയ്യുന്നത് എന്താണെന്ന് നാം We മനസ്സിലാക്കി. know about Aadhaar number, നമുക്ക് ആധാർ നമ്പറിനെ കുറിച്ച് നമുക്കറിയാം. but something more serious is happening in India. ഇന്ത്യയിൽ അതിലും കുറച്ചുകൂടി പ്രാധാന്യമുള്ള വിഷയം There is an organization of 13 people. 13 പേരടങ്ങിയ ഒരു ഓർഗനൈസേഷൻ അവിടെ ഉണ്ട്. Its name is Niti Aayog. നീതി ആയോഗ് എന്നാണ് അതിന്റെ Do you know what is their duty? എന്താണ് അവരുടെ ചുമതല? They are trying to bring a cashless society in India. ഇന്ത്യയിൽ കാഷ്ലെസ് സൊസൈറ്റി ഉണ്ടാക്കുവാനാണ് അവർ ശ്രമിക്കുന്നത്. By the central government. അതെ, സെൻട്രൽ ഗവൺമെന്റ് നിയന്ത്രണത്തോടുകൂടി. Modi government is trying to bring a cashless society in India. ഇന്ത്യയിലെ കാഷ്ലെസ് സൊസൈറ്റി ഉണ്ടാക്കുവാനായിട്ട് ഗവൺമെന്റ് നിയന്ത്രണത്തിൽ ഇത് മുന്നോട്ട് പോവുകയാണ്. Already an organization known as Niti Aayog, 13 members, including the chief ministers, already existing and they are working. മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെയുള്ള 11 പേർ അംഗങ്ങളുള്ള നീതി ആയോഗ് എന്നുള്ള ആ ഒരു സംഘടന ഇന്ത്യയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. This came in the newspaper. ഇത് ന്യൂസ് പേപ്പറിൽ വായിച്ചതാണ്. I was looking again for the news. അതിലെ വാർത്ത അത് കൂടുതൽ വിശദമായിട്ട് അറിയാൻ Then I ശ്രമിച്ചു. came to understand Chinese government is working for this. ഇതിനുവേണ്ടി ചൈനീസ് ഗവൺമെന്റ് പ്രവർത്തിക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കി. Cryptocurrency, no currency, and without currency they want to do business. അതെ, ക്രിപ്റ്റോ കറൻസി എന്നുള്ളതിൽ കറൻസി ഇല്ലാതെ നോട്ടില്ലാതുള്ള ആ ഒരു വ്യാപാരം. This is exactly what it says. ഇത് തന്നെയാണ് വേദപുസ്തകത്തിൽ നമ്മെ ഓർപ്പിക്കുന്നത്. You can buy or sell if you have his mark or number only. ഈ ഒരു നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഈ ഒരു അടയാളം ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാം. Oh,
how serious time in which we are living. നാം ആയിരിക്കുന്ന സമയം എത്ര പ്രാധാന്യമുള്ളതാണ്. And the world is moving to a cashless society. ലോകം കാഷ്ലെസ് സൊസൈറ്റിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. I want to speak many things in relation to that. അതുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും ചിന്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Here it is written that he will give a mark on the right hand or a forehead. അതെ, അവരുടെ കയ്യിലോ നെറ്റിയിലോ ഒരു അടയാളം മുദ്ര ഉണ്ടെന്ന് ഇവിടെ നമ്മളെ ഓർപ്പിക്കുക. Look at that passage. ആ വാക്യം ഒന്ന് വായിക്കാം. Verses 17. 17-ാം വാക്യം. No one will be able to buy or sell except he has the mark or the name of the beast or the number of his name. മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങിയോ വിൽക്കുകയോ ചെയ്യുവാൻ Or the number of his name. അതെ, മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ. This number is for the name. അതെ, ഈ പേരോ അല്ലെങ്കിൽ ഈ സംഖ്യയോ. Again you read it in verse 18. അതിന്റെ 18-ാം വാക്യത്തിൽ It is a number of a man. അതെ, ഒരു മനുഷ്യന്റെ സംഖ്യ എത്രേ. What is this Aadhaar number? എന്താണ് ഈ ആധാർ നമ്പർ? It is a number against my name. അത് എന്റെ പേരുമായിട്ട് ബന്ധപ്പെട്ട ഒരു നമ്പർ. No need of telling John B. Thomas, only that number is needed for the computer. ഈ ജോൺ ബി തോമസ് എന്നുള്ള പേര് പറയേണ്ട, എന്റെ നമ്പർ മാത്രം കൊടുത്താൽ ആ കമ്പ്യൂട്ടറിൽ അത് കിട്ടും. For every transaction in India, buying a property, it is a must now. ഈ ഇപ്പോൾ ഇന്ത്യയിൽ ഏതൊരു കച്ചവടത്തിനും വ്യാപാരത്തിനും അല്ലെങ്കിൽ ഒരു വസ്തു വാങ്ങിക്കണമെങ്കിൽ ഈ നമ്പർ ആവശ്യമായിരിക്കും. You want to start a bank account? നമുക്കൊരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ You need this. നമുക്ക് ഈ നമ്പർ ആവശ്യമാണ്. Everything is being controlled by number. എല്ലാ കാര്യങ്ങളും ഈ സംഖ്യയാൽ നിയന്ത്രിക്കപ്പെട്ടിരിക്കുകയാണ്. Around the globe. ലോകത്തിൽ മുഴുവനായിട്ട് സംഭവിക്കുകയാണ്. Western nations. പാശ്ചാത്യ രാജ്യങ്ങൾ. And in the Gulf area. Emirate idea. UAE-ലും എമിറേറ്റ് ഐഡി. And in India and China, everywhere it is coming. ഇന്ത്യയിലും ചൈനയിലും എല്ലാം ഇതിനകം തന്നെ ആയി കഴിഞ്ഞിരിക്കുകയാണ്. Have you noted the seriousness of it? അതിന്റെ ആ ഗൗരവം നാം മനസ്സിലാക്കുന്നുണ്ടോ? It is preparing for Antichrist rule. അതെ, ആന്തിക്രിസ്തുവിന്റെ വരവിന് വേണ്ടി ഒരുക്കപ്പെടുകയാണ്. We read he is going to give on the right hand or on the forehead. അത് വലത് കരത്തിലോ നെറ്റിയിലോ എന്ന് നാം ഇവിടെ കാണുന്നു. Already, let me condense and tell. Already there is a chip that has come by MasterCard. മാസ്റ്റർ കാർഡ്, ആ ക്രെഡിറ്റ് കാർഡ്, മാസ്റ്റർ കാർഡ് ഇതിനകം തന്നെ ഒരു ചിപ്പ്. We have lot of credit cards. നമുക്ക് പല ക്രെഡിറ്റ് കാർഡുകളും ഉണ്ട്. You know what is the latest one? അതിൽ ഏറ്റവും അവസാനത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് MasterCard has brought another card which is called Mondex card. മോണ്ടെക്സ് എന്നൊരു പുതിയൊരു കാർഡ് മാസ്റ്റർ കാർഡ് കൊണ്ടുവന്നിരിക്കുകയാണ്. Mon means money. മോൺ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് പണമാണ്. Dex means right hand. അതെ, റൈറ്റ് ഹാൻഡ് എന്നാണ് അതിന്റെ രണ്ടാമത്തെ ഭാഗത്തിന്റെ അർത്ഥം. Mondex means money on the right hand. ആ വാക്കിന്റെ മോണ്ടെക്സിന്റെ അർത്ഥം വലം കൈയിൽ പൈസ അല്ലെങ്കിൽ മണി എന്നുള്ളതാണ്. It's already started in some part of the world. ലോകത്തിന്റെ ചില ഭാഗങ്ങളിൽ ഇതിനകം അത് ആരംഭിച്ചു For കഴിഞ്ഞിരിക്കുന്നു. example, in Spain, Barcelona. സ്പെയിനിലെ ബാഴ്സലോണയിൽ അത് ആരംഭിച്ചിരിക്കുന്നു. I read that after going to the hotels and other things, there is no need of taking the card and swipe. അവിടെയുള്ള ഹോട്ടലുകളിൽ കടന്നു പോയതിനു ശേഷം നമുക്ക് കാർഡ് എടുത്ത് സ്വൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. As you walk out, നാം പുറത്തോട്ട് കടന്നു പോകുമ്പോൾ just swing your hand and go. നമ്മുടെ കൈ അതുവഴി കാണിച്ച് മുന്നോട്ട് കടന്നു പോകും. Because there is money on your hand. അതെ, നമ്മുടെ കയ്യിൽ പൈസ ഉണ്ട്. There is a chip underneath. അതെ, കയ്യിൽ ചിപ്പുണ്ട്. That is brought by MasterCard. അതെ, മാസ്റ്റർ കാർഡ് അങ്ങനെ ഒരു ക്രമീകരണം They ചെയ്തിരിക്കുന്നു. wanted to implement it throughout the world. ലോകത്തിൽ മുഴുവൻ അത് സ്ഥാപിക്കുവാനായിട്ട് അവർ ആഗ്രഹിച്ചു. You know, millions of dollars are being spent behind it for research. ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ഗവേഷണത്തിനായിട്ട് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചു. Keep it in mind, the spirit is hindering not to come before the time. Spirit is hindering. അതെ, ദൈവത്തിന്റെ ആത്മാവ് തടസ്സം നിൽക്കുകയാണ്. Yes, once the spirit will be removed from here, ആത്മാവിനെ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ then it will come very quickly. അതിനുശേഷം പെട്ടെന്ന് തന്നെ എല്ലാം സംഭവിക്കും. Brothers, പ്രിയ സഹോദരങ്ങളെ, sisters, സഹോദരിമാരെ, dear ones, പ്രിയരെ, the Gentile world is being prepared for Antichrist rule. ലോകത്തിലെ ജാതികളെ അന്തിക്രിസ്തുവിന്റെ വരവിന് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുകയാണ്. We need to open our eyes. നമ്മുടെ കണ്ണുകളെ നാം തുറക്കുക. We need to understand. നാം അത് We are മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. moving so fast for one world government. ഏക ലോക ഭരണത്തിന് വേണ്ടി ലോകത്തിലെ ഗതികൾ അത് വളരെ പെട്ടെന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. We saw in chapter 13, he will rise up from a sea. അവൻ സമുദ്രത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുമെന്ന് 13-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. Be careful with your money.
നമ്മുടെ സമ്പത്തിലും ആ വിഷയത്തിൽ നാം ശ്രദ്ധിക്കുക. Because there is going to be a financial collapse. അതെ, സാമ്പത്തികമായിട്ട് വലിയൊരു തകർച്ച ഇനി ഉളവാൻ It പോകുന്നു. can happen any time. ഏത് നിമിഷവും സംഭവിക്കാം. You take James chapter 5. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം. Even the Lord himself has spoken about it. കർത്താവ് തന്നെ അത് സംസാരിക്കുകയുണ്ടായി. James chapter 5. 5-ാം അധ്യായം. And he is speaking about the end time. അതെ, അന്ത്യകാലത്തെ കുറിച്ചാണ് കർത്താവ് ഇവിടെ ഓർപ്പിക്കുന്നത്. And James chapter 5 and verses 1 onwards. അതെ, 1-ാം വാക്യം മുതൽ. Yes. അല്ലയോ ധനവാന്മാരെ, നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം കരഞ്ഞ് മുറയിടുവീൻ. Yes, verses 2. നിങ്ങളുടെ ധനം ദ്രവിച്ചും ഉടുപ്പ് പുഴുവരിച്ചും പോയി. Yes, verses 3. നിങ്ങളുടെ പൊന്നും വെള്ളിയും കറ പിടിച്ചു, ആ കറ നിങ്ങളുടെ നേരെ സാക്ഷിയാകും. Verses 4. അത് തീ പോലെ നിങ്ങളുടെ നിലങ്ങളെ കൊയ്ത വേലക്കാരുടെ കൂലി നിങ്ങൾ പിടിച്ചു വെച്ചുവല്ലോ. That verse is little different in English. അത് ഇംഗ്ലീഷിലെ കുറച്ച് I will read it in English. ഇംഗ്ലീഷിൽ അത് വായിക്കാം. The wages of the laborers who moved your field, which you kept back by fraud. You have kept money by fraud. Or rich men or businessmen, you have kept the money by fraud. അതെ, ഇംഗ്ലീഷിൽ അത് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടാണ്. നിങ്ങളുടെ വേലക്കാരുടെ കൂലി നിങ്ങളത് തെറ്റായ രീതിയിൽ തന്ത്രപൂർവ്വം അത് പിടിച്ചു വെച്ചു. Yes, this is what WTO are doing. എന്ന് ഈ കാലഘട്ടത്തിൽ WTO ചെയ്യുന്നതും ഇത് തന്നെയാണ്. What is they are doing? For example, coffee producers, India, we produce coffee. അതിനൊരു ഉദാഹരണം, ഇന്ത്യയിലെ കോഫി ഉണ്ടാക്കുന്നത് ഇന്ത്യയിലാണ്. You know what is the cost of coffee beans? കോഫി ബീൻസിന്റെ വില എന്താണെന്ന് നമുക്കറിയാമോ? 1 kilo coffee beans is around 100 rupees. 1 കിലോ കോഫി ബീൻസിന്റെ വില 100 രൂപയാണ്. The farmer is getting around 100 rupees. ഒരു കൃഷിക്കാരന് ലഭിക്കുന്ന 100 രൂപയാണ്. Nescafes and other big companies, they buy these coffee beans, they bring it into packets and bottles. You know what is the price then? നെസ്കഫെ ഇത് വാങ്ങിച്ചിട്ട് ഒരു ബോട്ടിലാക്കി അത് വിൽക്കുന്നത് അവർ എന്ത് വിലക്കാണ് വിൽക്കുന്നതെന്ന് അറിയാമോ? Per kilo 2,400 rupees. 1 കിലോയ്ക്ക് 2,400 രൂപ. Farmer is getting 100 rupees. അതെ, കൃഷിക്കാരൻ ലഭിക്കുന്ന 100 രൂപ. This businessman is getting 2,400 rupees. ഈ ബിസിനസ്സുകാരൻ ലഭിക്കുന്ന 2,400 രൂപ. If they raise the price here, they will buy it from any parts of the world because WTO signed. WTO സൈൻ ചെയ്തുകൊണ്ട് ഒരു സ്ഥാനത്ത് കൃഷിക്കാരൻ വില കൂട്ടിയാൽ ലോകത്തിന്റെ ഏത് ഭാഗത്തു And they will നിന്നും market throughout the world. അത് അവർ ലോകത്തിലെല്ലാം അത് വിൽക്കുകയും ചെയ്യും. Who is making money? അവിടെ ആരാണ് പൈസ ഉണ്ടാക്കുന്നത്? James wrote, you rich are making money by fraud in the end time. അതെ, യാക്കോബ് ഇവിടെ ഓർപ്പിക്കുന്നു, നിങ്ങൾ വേലക്കാരുടെ കൂലി നിങ്ങൾ തന്ത്രപൂർവ്വം പിടിച്ചു വെച്ചല്ലോ. Yes, it is a fraud. അതെ, ഒരു There is a fraud behind the system that you find today. ഈ കാലഘട്ടത്തിലായിരിക്കുന്ന സിസ്റ്റത്തിൽ അതിന് തെറ്റായ ഒരു മാർഗം ഇവിടെ നമുക്ക് കാണുവാൻ But കഴിയും. here it is written a financial crash. ഇവിടെ ഒരു സാമ്പത്തികമായിട്ടുള്ളൊരു ദുരിതം ഉളവാകുമെന്ന് നമ്മുടെ You want to see the word spoken by the Lord? കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. Look at Luke's Gospel chapter 16. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം Verses 9. അതിന്റെ 9-ാം വാക്യം. Jesus spoke money, in other words, mammon, when it fails. 9-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നു, അനീതിയുള്ള മാമോനെ കൊണ്ട് നിങ്ങൾക്ക് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവിനെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അത് ഇല്ലാതെയാകുമ്പോൾ അവർ നിത്യകൂടാരങ്ങൾ. When it fails, he didn't say if it fails, he told when it fails. അത് പരാജയപ്പെട്ടാൽ എന്നല്ല കർത്താവ് ഇവിടെ പറയുന്നത്, അത് പരാജയപ്പെടുമ്പോൾ എന്ന് പറയുന്നു. Brothers, പ്രിയ സഹോദരങ്ങളെ, sisters, സഹോദരിമാരെ, world currencies are in a very big problem now. ലോക കറൻസികൾ വളരെ പ്രതിസന്ധിയിൽ കൂടി മുന്നോട്ട് പോകുന്ന സമയമാണ്. American dollar, അമേരിക്കൻ ഡോളർ not safe. അതിനും യാതൊരു സുരക്ഷിതത്വവുമില്ല. You think it is safe, but it is not safe. അത് നാം ചിന്തിക്കാം അത് സുരക്ഷിതമാണെന്നാൽ അതിനും ആ നിലയിൽ സുരക്ഷിതത്വമില്ല. That is the reason I want to take in detail. That is the reason UN, IMF has proposed, they have taken already Chinese currency instead of in reserve currency for the world to trade in yuan, that is Chinese currency. അതുകൊണ്ടാണ് ലോക വ്യാപാര സംഘടനകൾ അമേരിക്കൻ ഡോളറിന് പകരം ചൈനീസ് കറൻസി റിസർവ് ആയിട്ട് എടുക്കുന്നത്. The expert says within 5 to 10 years there will be a inroad from dollar to yuan. They will change their investment into Chinese currency. അതെ,
പണ്ഡിതന്മാർ പറയുന്നു അടുത്ത 5 വർഷത്തിനുള്ളിൽ ചൈനയുടെ കറൻസിയിലേക്ക് വ്യാപാരം മാറും, ലോക വ്യാപാരം മാറുമെന്ന് മുന്നറിയിപ്പ് നൽകുകയാണ്. Because 2008 recession in America has brought so much problem for the world market. അതിന് കാരണം 2008 ആ സാമ്പത്തികമായിട്ടുള്ള ആ ഒരു പതനം ലോക വ്യാപാരത്തിന് വളരെയധികം തിരിച്ചടി നേരിടേണ്ടി വന്നു. And already America has 18 trillion debt. ഏതാണ്ട് $18 ട്രില്യൺ കടം അമേരിക്ക ഗവൺമെന്റ് ഉണ്ട്. Do you know what is 1 trillion? 1 ട്രില്യൺ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? Put 1 and 12 zeros. 1ഉം 12 പൂജ്യങ്ങളും. They already have 18 trillion debt. അതെ, അവർക്ക് $18 ട്രില്യൺ And you know it is growing at the rate of $10 million per minute. 1 മിനിറ്റിൽ $10 million ആയിട്ട് അത് വെച്ച് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. Can you imagine American debt is increasing $10 million per minute? അമേരിക്കൻ ഡോളർ ഒരു മിനിറ്റിൽ $10 million ആയിട്ട് അവരുടെ കടം വർദ്ധിച്ചു വരികയാണ്. Per minute $10 million. അതെ, ഒരു മിനിറ്റിൽ അത് ആ നിലയിൽ വർദ്ധിച്ചു The വരികയാണ്. currency Bible said when it fails. അതെ, ദൈവവചനം പറയുന്നു അവരുടെ ധനം അത് ഇല്ലാതെയാകുമ്പോൾ. Be careful with the investments. അതെ, നാം ഇൻവെസ്റ്റ് ചെയ്യുന്നവരത് ശ്രദ്ധിക്കുക. And James told your currency, your money will be corroded. അതെ, യാക്കോബ് ഇവിടെ ഓർപ്പിക്കുകയാണ് നിങ്ങളുടെ പണം അത് ദ്രവിച്ചു പോകുന്നു. Most of the countries are in great debt. ലോക രാഷ്ട്രങ്ങളെല്ലാം വളരെ കടത്തിലായി. You know what is happening in Venezuela? വെനിസുലയിൽ എന്താണ് You സംഭവിക്കുന്നത് know what അറിയാമോ? happened in Iraq? ഇറാഖിൽ എന്താണ് You know സംഭവിക്കുന്നത്? what happened in other parts of the countries? മറ്റ് ലോക രാഷ്ട്രങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത്? This can happen within a split of a second. American dollar can go now. അതെ, ഒരു സെക്കൻഡ് കൊണ്ട് അമേരിക്കൻ ഡോളർ തകർന്നു പോകാം. Now we see the handwriting on the wall. അതെ, നമുക്ക് അതിന്റെ കൈയെഴുത്ത് നമുക്ക് കാണുവാൻ കഴിയും. We need to be careful. നാം വളരെ ശ്രദ്ധിക്കേണ്ട I have to ആവശ്യമുണ്ട്. stop somewhere here. അതെ, ഞാനിവിടെ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. I was trying to tell you, we are seeing a new economical situation emerging in the world for the preparation of Antichrist rule. അന്ത്യക്രിസ്തുവിന്റെ വരവിന് വേണ്ടി ലോകത്തിലെ സാമ്പത്തിക വ്യാപാര നിലയിൽ പുതിയ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഓർപ്പിക്കുവാനാണ് ആഗ്രഹിച്ചത്. And his number 666 is getting ready around the world. ഈ ലോകത്തിൽ അവന്റെ മുദ്രയുടെ നമ്പറായ സംഖ്യയായ 666 അതും ലോകത്തിൽ അത് വന്നുകൊണ്ടിരിക്കുകയാണ്. We as believers, I know most of our believers. ഇവിടെ ആയിരിക്കുന്നവരിൽ ഭൂരിപക്ഷവും വിശ്വാസികളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. And we need to walk very close with the Lord. കർത്താവിനോട് ചേർന്ന് നാം മുന്നോട്ട് പോകേണ്ട ആവശ്യകതയുണ്ട്. Very close every day. അതെ, ദിനേന കർത്താവിനോട് ചേർന്ന് നടക്കുക. Walking close with him. കർത്താവിനോട് ചേർന്ന് നാം നടക്കുക. Making our life more holy than previous day. കഴിഞ്ഞ ദിവസത്തെക്കാളും കൂടുതലായിട്ട് വിശുദ്ധരായിട്ട് നാം മുന്നോട്ട് പോകുക. Getting ready to meet the Lord. കർത്താവിനെ കണ്ടുമുട്ടുവാനായിട്ട് സ്വീകരിക്കുവാനായിട്ട് നാം ഒരുങ്ങുക. We who have this hope, let us purify ourselves as he is pure. അതെ, കർത്താവ് വിശുദ്ധനായിരിക്കുന്ന പോലെ അവനെ സ്വീകരിക്കുവാനായിട്ട് നാം വിശുദ്ധരായിരിക്കുക. Anyone here ഇവിടെ ആയിരിക്കുന്നവരിൽ ആരെങ്കിലും not have taken a decision for the Lord? കർത്താവിന് വേണ്ടി ഒരു തീരുമാനം ഇതുവരെ എടുക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ One verse I will read and I will stop. ഒരു വാക്യം വായിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. 2 Thessalonians. 2 തെസ്സലോനിക്കർ. If you don't believe the Lord today and receive him as your personal savior, ഇന്ന് കർത്താവിനെ നിങ്ങളുടെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുന്നില്ല എങ്കിൽ Bible says God will make you to believe a lie. ദൈവവചനം ഓർപ്പിക്കുന്നു നിങ്ങൾ അത് വിശ്വസിക്കുവാനായിട്ട് You will believe Antichrist. നിങ്ങൾ അന്ത്യക്രിസ്തുവിനെ വിശ്വസിക്കും. 2 Thessalonians chapter 2. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം Verses 10 and 11. അതിന്റെ 10-11 വാക്യങ്ങൾ. There you read, because and with all unrighteous deception among those who perish, because they did not receive the love of the truth that they might be saved. For this reason God will send them a strong delusion that they should believe the lie. അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളായികയാൽ തന്നെ അങ്ങനെ ഭവിക്കും. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്ക വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കും. If you don't believe the truth, നാം സത്യത്തിൽ നിങ്ങൾ വിശ്വസിച്ചില്ല, if you don't believe the Lord Jesus today, കർത്താവായ യേശുക്രിസ്തുവിനെ രാത്രി നിങ്ങൾ വിശ്വസിച്ചില്ല എങ്കിൽ, if the rapture take place, അതെ, ആ സഭയുടെ ഉൽപ്രാവണം സംഭവിച്ചാൽ you will be made to believe the lie. അത് ഈ അസത്യം അല്ലെങ്കിൽ അന്ത്യക്രിസ്തുവിനെ വിശ്വസിക്കുവാനായിട്ട് നിങ്ങൾ പ്രേരിപ്പിക്കപ്പെടും. God instead of the Holy Spirit will send another spirit so that you will believe the lie. അതെ, പരിശുദ്ധാത്മാവിന് പകരം മറ്റൊരു ആത്മാവ് മുഖാന്തരം നിങ്ങൾ ആ തെറ്റിലെ വിശ്വസിക്കുന്ന അവസ്ഥ ഉണ്ടാകും. Once you believe that,
അത് നിങ്ങൾ ഒരിക്കൽ വിശ്വസിച്ചാൽ, we read in Revelation chapter 14, വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ നാം വായിക്കുകയുണ്ടായി, you will be thrown to eternal fire. അതെ, നിത്യ നാശത്തിലേക്ക് നിങ്ങൾ വലിച്ചെറിയപ്പെടും. So this is a time of salvation. ഇതാണ് രക്ഷയുടെ സന്ദർഭം. Come to the Lord. കർത്താവിലേക്ക് കടന്നു വരിക. May the Lord bless you. ദൈവം നിങ്ങളെ If അനുഗ്രഹിക്കട്ടെ. anyone has not taken a decision, ഇതുവരെ അങ്ങനെ ഒരു തീരുമാനം എടുക്കാത്ത ആരെങ്കിലും if ഉണ്ടെങ്കിൽ, you wanted to come to the Lord, കർത്താവിലേക്ക് കടന്നു വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, we'll be here after the meeting. We will pray for you. അതെ, ഞങ്ങൾ മീറ്റിംഗിന് ശേഷം ഇവിടെ ഉണ്ടായിരിക്കും. നിങ്ങൾ കടന്നു വന്നാൽ നിങ്ങൾക്ക് വേണ്ടി Come പ്രാർത്ഥിക്കുന്നതായിരിക്കും. to us. We will pray for you. അതെ, നിങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് കടന്നു വന്നാൽ നിങ്ങൾക്ക് വേണ്ടി But പ്രാർത്ഥിക്കുന്നതായിരിക്കും. we as believers, എന്നാൽ വിശ്വാസികളായിരിക്കുന്നവർ discerning these things, ഈ കാര്യങ്ങളെ വിവേചിച്ചറിഞ്ഞുകൊണ്ട് let us be alert. നാം ശ്രദ്ധാലുക്കളായിട്ട് Let us walk close with the Lord. കർത്താവിനോട് ചേർന്ന് നാം നടന്ന് May the Lord bless us. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. Thank you. Thank you. ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രിയിലും അനുഗ്രഹീതമായ ദൈവീയ സന്ദേശം കേൾപ്പിക്കുവാൻ ദൈവത്തിന് മനസ്സായതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ലോകം ഒരു അന്തിക്രിസ്തുവിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് ഇന്ന് രാത്രി നമ്മൾ കേട്ടല്ലോ. എന്നാൽ ദൈവമക്കളാകുന്ന നാം കർത്താവിൻ്റെ വരവിനെ വളരെ പ്രതീക്ഷയോടും പ്രത്യാശയോടും നോക്കിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ദൈവം നൽകിയ അനുഗ്രഹീതമായ പ്രത്യാശയ്ക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് രാത്രി നാം കേട്ടതുപോലെ കർത്താവിനോട് ചേർന്നിരിക്കുവാൻ, നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ ഇന്ന് രാത്രിയിൽ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ഇന്ന് രാത്രിയിൽ അനുഗ്രഹമായ നിലയിൽ ദൈവജനം ശുശ്രൂഷിക്കുവാൻ കർത്താവിൻ്റെ ദാസൻ ജോൺ ബി തോമസിന് ദൈവം കൊടുത്ത ദൈവകൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുകയും പ്രിയ കർത്തൃദാസനുള്ള നന്ദിയും സ്നേഹവും സഭയായി ഈ അവസരത്തിൽ അറിയിക്കുന്നു. കൂടാതെ അത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുവാൻ ഞങ്ങളുടെ വാത്സല്യ സഹോദരൻ ജേക്കബ് പി മാത്യുവിന് ദൈവം കൊടുത്ത കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുകയും പ്രിയപ്പെട്ടവരോടുള്ള നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഇന്ന് രാത്രി അവസാനത്തെ രാത്രി ആയതുകൊണ്ട് ചുരുക്കം ചില മിനിറ്റുകളിൽ വളരെ പ്രധാനപ്പെട്ട ചില വാക്കുകൾ, നന്ദിയുടെ വാക്കുകൾ പറയുവാൻ താല്പര്യപ്പെടുന്നു. കഴിഞ്ഞ 3 ദിവസങ്ങളിലും അസംബ്ലി കൊയർ അനുഗ്രഹീതമായ ഗാനങ്ങൾ ആലപിക്കുവാൻ ദൈവം സഹായിച്ചു. പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും പ്രത്യേക നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ഗാനങ്ങൾ ആലപിച്ച സഹോദരി സഹോദരന്മാരോടും ഇൻസ്ട്രുമെൻറ്റ്സ് വായിച്ച പ്രിയപ്പെട്ടവരോടും ഞങ്ങൾ പ്രത്യേക നന്ദി അറിയിക്കുന്നു. കൂടാതെ ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്നതിൽ സഹായിച്ച ബ്രദർ ബ്രൈറ്റ് എബ്രഹാമിനോടും ബ്രദർ പ്രിൻസ് ഡാനിയോടുമുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുന്നു. എക്സഡസ് ടി വിയിൽ കൂടി അനേക പ്രിയപ്പെട്ടവർ ഈ മീറ്റിങ്ങിൽ സംബന്ധിച്ചുകൊണ്ട് ഇരിക്കുന്നു. അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരെ ഈ രാത്രിയിൽ നിങ്ങൾക്കുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. എക്സഡസ് ടി വിയിൽ കൂടി ഈ കൺവെൻഷൻ മീറ്റിങ്ങുകൾ വെബ്കാസ്റ്റ് ചെയ്യുവാൻ സഹായിച്ച ബ്രദർ ബിജോയ് കുര്യനോടും ബ്രദർ ഗായസ് ജോണിനുമുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. സൗണ്ട് സിസ്റ്റം കൈകാര്യം ചെയ്യുവാൻ ബ്രദർ ബിനു സാമുവൽ ഞങ്ങളെ സഹായിച്ചു. പ്രിയപ്പെട്ടവനുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഈ സ്ഥലത്ത് ഇന്ന് രാത്രിയിൽ ഈ മീറ്റിങ്ങിൽ കടന്നു വന്ന് സംബന്ധിച്ച വ്യത്യസ്ത സഭാവിഭാഗങ്ങളുള്ള എല്ലാ പ്രിയപ്പെട്ടവരോടും സ്നേഹിതരോടും മറ്റ് ഞങ്ങളുടെ പ്രത്യേക ക്ഷണം സ്വീകരിച്ച് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. അബുദാബി പ്രധാന ക്രിസ്ത്യൻ അസംബ്ലിയിലുള്ള സഹോദരി സഹോദരന്മാർ 3 ദിവസത്തെ മീറ്റിങ്ങിലും കടന്നു വന്ന് സംബന്ധിച്ച് ഞങ്ങൾക്ക് വളരെ നന്ദിയുണ്ട്. നിങ്ങളെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ മീറ്റിംഗ് ഇവിടെ നടത്തുവാൻ വേണ്ടി പല ചർച്ചകളും ഞങ്ങളോട് സഹകരിച്ചിട്ടുണ്ട്. ദ ഇവാഞ്ചലിക്കൽ കമ്മ്യൂണിറ്റി സെൻറ്റർ, ബദേൽ അസംബ്ലി ഓഫ് ഗോഡ് ചർച്ച്, അറബിക് ഇവാഞ്ചലിക്കൽ സെൻറ്റർ ചർച്ച്, ഇവരൊക്കെ ഞങ്ങളോട് സഹകരിച്ചു. പ്രിയപ്പെട്ടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഓർപ്പിച്ചതുപോലെ നിങ്ങൾ കടന്നു പോകുമ്പോൾ ഈ മീറ്റിംഗ് നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് ഫോമിൽ കൂടിയും പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുവാനും ഒരു ഫോം നിങ്ങൾക്ക് വെളിയിലുള്ള കൗണ്ടറിൽ നിന്ന് ലഭിക്കുന്നതാണ്. അത് നിങ്ങൾ എഴുതി ഞങ്ങളോട് അറിയിച്ചാൽ അത് വരും ദിവസങ്ങളിൽ ഞങ്ങൾ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതായിരിക്കുമെന്ന് അറിയിക്കുന്നു. ഈ മീറ്റിംഗ് നിങ്ങൾക്ക് അനുഗ്രഹമായിട്ടുണ്ടെങ്കിൽ അതും ഞങ്ങളോട് പറയുവാനുള്ള സാവകാശം ഉണ്ടായിരിക്കുന്നതാണ്. അവിടെ ചില ബുക്കുകളും CD-കളുമുണ്ട്. മഹത്വരമായ പ്രത്യാശ, മരണശേഷമെന്ത്, മനുഷ്യഹൃദയം, മരിച്ചാൽ ജീവിക്കുന്ന നാൾ, എന്തു ഞാൻ ചെയ്യണം തുടങ്ങിയ ബുക്കുകൾ അവിടെ ലഭിക്കുന്നതാണ്. പ്രസംഗത്തിൻ്റെ പാട്ടുകളുടെയൊക്കെ CD ഉണ്ട്. എല്ലാ പ്രിയപ്പെട്ടവരും കടന്നു പോകുമ്പോൾ സൗജന്യമായി അതുകൂടി എടുത്തുകൊണ്ട് കടന്നു പോകണം എന്നറിയിക്കുന്നു. ദൈവമായാൽ സെപ്റ്റംബർ 17 മുതൽ സെപ്റ്റംബർ 20 വരെ അടുത്ത തിങ്കൾ മുതൽ വ്യാഴം വരെ രാത്രി 8 മണിക്ക് ഇവാഞ്ചലിക്കൽ ചർച്ച് സെൻറ്ററിൽ വെച്ച് കർത്താവിൻ്റെ ദാസൻ ജോൺ ബി തോമസിൻ്റെ ബൈബിൾ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതാണ്. മരണാനന്തര ജീവിതം, ലൈഫ് ആഫ്റ്റർ ഡെത്ത്
എന്ന വിഷയം ആസ്പദമാക്കി പ്രിയ കർത്തൃദാസൻ സംസാരിക്കുന്നതാണ്. ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കടന്നു വരുന്നതിന് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. മരണാനന്തര ജീവിതത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചുമുള്ള നമ്മുടെ സംശയങ്ങളൊക്കെ മാറ്റുവാൻ ആ മീറ്റിങ്ങുകൾ വാസ്തവത്തിൽ നമ്മെ സഹായിക്കട്ടെ. ഇത്രത്തോളം ദൈവം നമ്മെ സഹായിച്ചതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിൽ കടന്നു വന്ന് സഹകരിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും നന്ദി പറയുന്നു. ഈ മീറ്റിങ്ങിനെ ഓർത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുകയും ഇതിനോട് അകമഴിഞ്ഞ് സഹകരിക്കുകയും ഇതിനുവേണ്ടി അധ്വാനിക്കുകയും ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരോടും ഞങ്ങൾ സഭയായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. ഇന്ന് രാത്രിയിലെ മീറ്റിംഗ് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് അവസാനിപ്പിക്കുവാനായി ഞങ്ങളുടെ വാത്സല്യ സഹോദരൻ ബ്രദർ ശിവ മാത്യുവിനെ മുൻപോട്ട് ക്ഷണിക്കുന്നു. ദൈവനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവനാമത്തിന് നിന്നോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ എണീറ്റ് നിൽക്കാം. നമുക്ക് പ്രാർത്ഥിച്ച് നമ്മുടെ ഈ കൂടിവരവ് നമുക്ക് ക്ലോസ് ചെയ്യാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, വളരെ നന്ദിയോടും വളരെ കൃതാർത്ഥതയോടും കൂടെ ഇന്ന് രാത്രിയുടെ അടിയങ്ങൾ അവിടുത്തെ സന്നിധിയിലായിരിക്കുന്നു. കർത്താവെ, കഴിഞ്ഞ നാളുകളിൽ അടിയങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത Tidings 2018 ഈ അവസാന രാത്രിയിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം അടിയങ്ങളോട് കൃപ കാണിച്ചതിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ 3 രാത്രികളിൽ വലിയവനായിരിക്കുന്ന ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ഈ പട്ടണത്തിൽ പ്രഘോഷിക്കപ്പെടുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവത്തിന് പ്രസാദമായതുകൊണ്ട് നന്ദിയോടെ അടിയങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു. അവിടുത്തെ വിലയേറിയ ദാസനെ കർത്താവെ അടികളുടെ മധ്യത്തിലേക്ക് വചനവുമായി അവിടുന്ന് അയച്ചതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അവിടുത്തെ വചനം വളരെ ഐശ്വര്യമായി ഈ 3 രാത്രികളിലും പ്രഘോഷിക്കപ്പെടുവാൻ വലിയവനായിരിക്കുന്ന ദൈവത്തിന് പ്രസാദമായതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. അടികൾ വന്നെത്തിരിക്കുന്ന ഈ കാലഘട്ടത്തെക്കുറിച്ചുള്ള പ്രത്യേകതകൾ കർത്താവെ, വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല എന്നുള്ള അനുഗ്രഹീതമായിരിക്കുന്ന വാഗ്ദത്തത്വത്തെക്കുറിച്ച് കർത്താവെ അടികൾക്ക് കേൾക്കുവാൻ, അടികളുടെ പ്രത്യാശ ഉണർത്തുവാൻ കഴിഞ്ഞ 3 രാത്രികളിലും വലിയവനായിരിക്കുന്ന ദൈവം അടികളോട് കൃപ കാണിച്ചതിനായിട്ട് നന്ദിയോടെ അടികൾ അവിടുത്തെ സ്തുതിക്കുന്നു. കർത്താവെ, അടികൾ എത്തിയിരിക്കുന്ന കാലഘട്ടം വളരെ ദുർഘടമായിട്ടുള്ള കാലഘട്ടമാണെന്നുള്ളത് അടികൾ മനസ്സിലാക്കുന്നു. കർത്താവെ, അങ്ങ് വിശുദ്ധനായിരിക്കുന്നത് പോലെ അടിയങ്ങളും വിശുദ്ധരായി ജീവിക്കുവാൻ, വിശുദ്ധരായിരിക്കാൻ തക്കവണ്ണം അടിയങ്ങളോട് അവിടുത്തെ വചനത്തിൽ കൂടെ ആഹ്വാനം ചെയ്തതിനായിട്ട് നന്ദിയോടെ അടിയങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 3 രാത്രികളിലും കർത്താവെ, അവിടുത്തെ വചനം കേട്ടതായിട്ടുള്ള അടിയങ്ങളുടെ അരികത്തും അകലെയും ഒക്കെയും കർത്താവെ വചനം കേട്ടതായിട്ടുള്ള അടിയങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് നന്ദിയോടെ അടിയങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു. ഈ അനുഗ്രഹീതമായിരിക്കുന്ന പ്രത്യാശയിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായിട്ടില്ലാത്ത പ്രിയപ്പെട്ടവരെ ഓർത്ത് അടിയങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവമേ, അവിടുത്തെ വരമെങ്കിൽ ദൈവമേ, അടിയങ്ങൾ അവിടുത്തോടുകൂടെ എടുക്കപ്പെടുമല്ലോ. ആ അനുഗ്രഹീതമായിരിക്കുന്ന പ്രത്യാശ അടിയങ്ങളുടെ ജീവിതത്തിൽ തന്നിരിക്കുന്നത് കൊണ്ട് നന്ദിയോടെ അടിയങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു. കർത്താവെ, അടിയങ്ങളെ കേട്ടതായിട്ടുള്ള കർത്താവെ, അവിടുത്തെ വചനം കേട്ടതായിട്ടുള്ള ആരെങ്കിലും ആ നിലയിലുള്ള സൗഭാഗ്യ പദവിയിലേക്ക് കടന്നു വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കർത്താവെ, ഈ വചന കേൾവി അവരുടെ ജീവിതത്തിന് അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം പ്രസാദിക്കണം എന്ന് അടിയങ്ങൾ അവിടുത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കർത്താവെ, ഏറിയും കുറഞ്ഞുമൊക്കെയും ദൈവമേ ഈ ശുശ്രൂഷയുടെ പിന്നിൽ അധ്വാനിച്ച അടിയങ്ങളെല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും കർത്താവിനെ സ്തുതിക്കുന്നു. അടിയങ്ങൾക്ക് തന്ന വിലയേറിയ സാവകാശത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവമേ, അടിയങ്ങളുടെ സഹോദരി സഹോദരന്മാർക്ക് ഗാനങ്ങൾ ആലപിക്കുവാൻ തക്കവണ്ണം അവർക്ക് കൊടുത്ത കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവം അവർക്ക് കൊടുത്ത കഴിവുകൾക്കായിട്ട് സ്തോത്രം. ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി പാടുവാൻ, ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് വർണ്ണിക്കുവാൻ അവരുടെ ജീവിതങ്ങളിൽ കർത്താവ് കൊടുത്ത അവസരങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. വാദ്യോപകരണങ്ങൾ കർത്താവെ അത് കർത്താവെ ദൈവമേ വായിക്കുവാൻ തക്കവണ്ണം അടിയങ്ങളെ പ്രിയപ്പെട്ടവർക്ക് കൊടുത്ത ദീപറവയ്ക്കായിട്ട് നന്ദിയോടെ തന്നെ സ്തുതിക്കുന്നു. അതിൻ്റെ പിന്നിൽ അധ്വാനിച്ച നിന്റെ മക്കളെ ഏവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് അടിയങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. വചനമായി അടിയങ്ങളുടെ മധ്യത്തിലേക്ക് നിന്റെ ദാസനെ കൊണ്ടുവന്നതിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ അനേക വർഷങ്ങളായി കർത്താവിൻ്റെ മാറ്റമില്ലാത്ത ദൈവമേ ഈ സത്യസുവിശേഷത്തെക്കുറിച്ച് പ്രഘോഷിക്കുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പ്രഘോഷിക്കുവാൻ നിന്റെ മാനെ അവിടുന്ന് എടുത്തുപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിനായിട്ട് നന്ദിയോടെ അടിയങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു. തനിക്ക് കൊടുത്തിരിക്കുന്ന വചനത്തിൽ കൊടുത്തിരിക്കുന്ന നിശ്ചയത്തിനായിട്ട് സ്തോത്രം. തനിക്ക് കൊടുത്തിരിക്കുന്ന കൃപാവരങ്ങൾക്കായിട്ട് നീയോട് തന്നെ സ്തുതിക്കുന്നു. കർത്താവെ, ഈ ആണ്ടിലും ദൈവമേ അടിയങ്ങളോട് മധ്യത്തിലേക്ക് കടന്നു വന്ന് അവിടുത്തെ വചനം വീണ്ടും ശുശ്രൂഷിക്കുവാൻ ദൈവം നൽകിയ വലിയേറിയ അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ,
ആ മെസ്സേജ് ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ തക്കണം അടിയങ്ങളെ പ്രിയ അറിയിച്ചാനും കൊടുത്ത ദൈവകൃപയ്ക്കായിട്ട് നന്ദിയോടെ അടിയങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു. സഭയായി അടിയങ്ങളെ നീ അവിടുത്തെ അനുഗ്രഹിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം. കടന്നു വരുവാൻ തക്കണം അടിയങ്ങളുടെ സഹോദരി സഹോദരന്മാർക്ക് കർത്താവ് കൊടുത്ത കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങളെ കൂട്ടു സൗകര്യങ്ങളെയും കർത്താവ് വിവിധ സ്ഥലം സഭകളെയും അടിയങ്ങൾ ഓർക്കുന്നു. എല്ലാവരെയും ഒരുപോലെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവെ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി അധ്വാനിച്ച കർത്താവെ സഭകളെ ഓർത്തടിയങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു. കർത്താവെ ഈ ശുശ്രൂഷ കർത്താവെ സംരക്ഷണം ചെയ്യുവാൻ തക്കണം എക്സോഡസ് TV പ്രവർത്തകർക്ക് കൊടുത്ത ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അവർ കൊടുത്തിരിക്കുന്ന നന്മകൾക്കായിട്ട് നന്ദിയോടെ അടിയങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു. കർത്താവെ എല്ലാ വിധത്തിലും അടിയങ്ങളെ നീ അവിടുന്ന് അനുഗ്രഹിച്ചതുകൊണ്ട് സ്തോത്രം. ഇത്രത്തോളം ദൈവമേ അടിയങ്ങളെ സഹായിച്ചതുകൊണ്ട് സ്തോത്രം. എല്ലാ മഹത്വവും അടിയങ്ങൾ അവിടുത്തെ പാദപീഠത്തിൽ അർപ്പിക്കുന്നു. കർത്താവെ അവിടുന്ന് വേഗം വരുന്നവനായിട്ടിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. അവരെ ബദ്ധമാക്കിക്കൊണ്ട് ജീവിപ്പാൻ അടിയങ്ങളെ നീ അവിടുന്ന് പ്രത്യേകം സഹായിക്കണമേ. അവിടുത്തെ അവരവനായി ഒരുങ്ങിക്കാത്തിരിപ്പാൻ തക്കൊണ്ട് അടിയങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ മഹത്വത്തിനായിട്ട് അടിയങ്ങളെ നീ നിലനിർത്തണമേ. അവിടുത്തെ അവരവനായിട്ട് അടിയങ്ങളെ നീ ഒരുക്കണമേ. എളിയവരുടെ പ്രാർത്ഥനയും യാചനയും അവിടുന്ന് കേട്ടതുകൊണ്ട് സ്തോത്രം. സകല മഹത്വം അടിയങ്ങൾ അവിടത്തേക്ക് തരുന്നു. സകലതും യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓർത്ത് പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മേലും ലോകത്തെമ്പാടുമുള്ള ദൈവജനത്തോടും ഇന്ന് രാത്രിയിൽ ദൈവവചനം കേട്ട പ്രിയപ്പെട്ടവരുടെ മേലും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. മണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ. മണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ. കാലം പ്രസന്നമായി പ്രിയരേ ഒരുങ്ങാം വിശുദ്ധിയോടെ. കാലം പ്രസന്നമായി പ്രിയരേ ഒരുങ്ങാം വിശുദ്ധിയോടെ. രൂപാന്തരം പ്രാപിക്കും. ചേരും നാം വേഗത്തിൽ ഇമ്പവിടതിൽ കാണും നാം അന്നാളിൽ പ്രിയൻ മുഖം. ചേരും നാം വേഗത്തിൽ ഇമ്പവിടതിൽ കാണും നാം അന്നാളിൽ പ്രിയൻ മുഖം. ലോകദുഃഖങ്ങളും മരണമതും തെല്ലും നീ ഭയപ്പെടാതെ. ലോകദുഃഖങ്ങളും മരണമതും തെല്ലും നീ ഭയപ്പെടാതെ. ദേഹം മണ്ണോട് ചേർന്നാലും രൂപാന്തരം പ്രാപിക്കും. ദേഹം മണ്ണോട് ചേർന്നാലും രൂപാന്തരം പ്രാപിക്കും. ചേരും നാം വേഗത്തിൽ ഇമ്പവിടതിൽ കാണും നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. ചേരും നാം വേഗത്തിൽ ഇമ്പവിടതിൽ കാണും നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. ചടുചടെ ഉയർത്തും വിശുദ്ധരെല്ലാം കാഹളനാദം കേൾക്കുമ്പോൾ. ചടുചടെ ഉയർത്തും വിശുദ്ധരെല്ലാം കാഹളനാദം കേൾക്കുമ്പോൾ. ആഴിൽ അവിടും നാം അന്നാളിൽ
നാമങ്ങളിൽ പ്രിയൻ പൊന്മുഖം ചേരും നാം വേഗത്തിൽ ഇമ്പവിടതിൽ കാണും നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ ആസന്നമായി പ്രിയരെ ഒരുങ്ങാം വിശുദ്ധിയോടെ കാലം ആസന്നമായി പ്രിയരെ ഒരുങ്ങാം വിശുദ്ധിയോടെ